This show is presented by Luvi. ദിലീപേട്ടൻ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്താ ദിലീപേട്ടൻ്റെ ആ എനർജി ഓവർ പവേഴ്സ് എവറിബഡി ഓൺ സെറ്റ്. ആക്ച്വലി ഞാൻ ടിയാൻ്റെ സെറ്റിൽ നിന്ന് മുരളി ഗോപി ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ഈ കാറ്റിൻ്റെ എന്താ ഡിസ്കഷൻസ് വർ ഹാപ്പനിങ്, ദേ വർ സെർച്ചിങ് ഫോർ എ ന്യൂ ഫേസ്. അപ്പോഴും എനിക്കറിയില്ല എന്നെ ആസിഫിക്കയുടെ പേരായിട്ടാണ് നോക്കുന്നത്, എനിക്കറിയില്ല. ഞാനിപ്പോൾ എന്തോ ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. ആക്ച്വലി തെലുങ്ക് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക കോയിൻസിഡൻഷ്യൽ ആയിട്ടാണ്. കാരണം കോമഡി ജോണറിലുള്ള ധ്യാൻ ശ്രീനിവാസന്റെ ഒരു പടം ചെയ്തല്ലോ. ഞാനില്ല പടത്തില്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എല്ലാരും വിളിച്ചു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. പെട്ടെന്ന് പറയാൻ എനിക്കറിയില്ല കേട്ടോ ഇപ്പം ആരാന്ന്. എന്നുവെച്ചാ ഈ ഷോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഒന്ന് കട്ടി സോറി. ഓക്കെ. ആൻഡ് കുറച്ച് നെർവസ് ആവുന്ന പോലെ ഉണ്ട് നമ്മളെ. കുറച്ച് വെള്ളം എനിക്ക് തോന്നുന്നില്ല. എന്റെ അമ്മയെ നാട്ടിച്ച് എന്താണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് നമസ്കാരം. വളരെ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യങ് ആക്ട്രസ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ദ മല്ലു മൈക്കിയത്, മാനസ രാധാകൃഷ്ണൻ. മാനസ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. മാനസ, സ്കൂളിംഗ് ഒക്കെ ദുബായിലായിരുന്നല്ലോ. സോ എങ്ങനെയുണ്ടായിരുന്നു ദുബായ് ഡേയ്സ്? അവിടെയാണോ ഇവിടെയാണോ മാനസിക്ക് കുറച്ചും കൂടെ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ആക്ച്വലി ദുബായിൽ നിന്ന് നമ്മൾ നേരെ കൊച്ചിയിലാണ് വന്നത്. അപ്പോൾ ഒരുപാട് ഡിഫറൻസ് അങ്ങനെ തോന്നിയില്ല. ഓഫ് കോഴ്സ് കുറേ ഡിഫറൻസ് എന്താ പറയുക ജിയോഗ്രഫിക്കലി ഉള്ള ഡിഫറൻസ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ മോർ ഓർ ലെസ് ഇപ്പം ദുബായിലായാലും ഞാൻ വീട്ടിലായിരുന്നു, കൊച്ചിയിലായാലും ഞാൻ വീട്ടിലാണ്. അപ്പോൾ പിന്നെ ഇറ്റ് വാസ് ഓൾ ഗുഡ്. സ്കൂളിംഗ് ഒക്കെ അവിടുത്തെ സ്കൂളിംഗ്, അതായത് നമ്മുടെ ഒരു സിസ്റ്റം വെച്ചിട്ട് ഇവിടുത്തെ സ്കൂളിംഗ് ആയിട്ട് എന്താണ് മേജറായിട്ട് ഒരു ഡിഫറൻസ് തോന്നിയിരിക്കണേ? മേജർ എന്ന് പറഞ്ഞാൽ ദുബായിൽ ഓൾ ഗേൾസ് ആയിരുന്നു. അപ്പം 10th വരെ ഞാൻ കംപ്ലീറ്റ് ഓൾ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ കൊച്ചിയിൽ വന്നതിന് ശേഷമാണ് ചോയ്സിൽ, അത് പിന്നെ കോയഡ് ആയിരുന്നു. അപ്പം അതായിരുന്നു എനിക്ക് ആദ്യത്തെ ഒരു വലിയ ചേഞ്ച് സ്കൂളിങ്ങിൽ. ബാക്കി രണ്ടും CBSE ആണ്, ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു. ഓക്കെ. ദുബായിൽ വെച്ച് തന്നെ മൂവിയിലോട്ടുള്ള വന്നല്ലോ, അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിനിമയിൽ അഭിനയിച്ചു. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ക്ലാസ് ഒക്കെ ഒരുപാട് മിസ്സായി അങ്ങനെയൊക്കെ? ആ സമയത്ത് ഞാൻ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു 2 മൂവീസ് എന്തോ ഞാൻ ചെയ്തിട്ടുള്ളൂ സ്കൂളിലായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ആ ടീച്ചേഴ്സിനൊക്കെ ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു, പോയാ ഇങ്ങനെ എന്താ. പിന്നെ ഒന്നാമത് ആ ടൈമിൽ എന്നൊക്കെ പറയുമ്പോൾ മൂവീസിലേക്ക് പോകുന്ന ഒരു എഡ്യൂക്കേഷനൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് നമ്മൾ കേട്ട് വരുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ടീച്ചേഴ്സിന് പേടി. ഇപ്പോഴല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ജനറേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ സിനിമയിൽ ഓൾമോസ്റ്റ് half of the people are, they have an engineering background or some other professional degree. പക്ഷെ അന്നത്തെ ടൈമിൽ എന്നൊക്കെ പറയുമ്പോൾ 10th കഴിഞ്ഞ് ഇനി പഠിത്തം നിർത്തുമോ എന്നൊക്കെ ഉള്ള. അപ്പോൾ ടീച്ചേഴ്സിന് അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഇനി ഞാനിനി ഡ്രോപ്പ് ചെയ്ത് കളയോ. അന്ന് ഞാൻ അക്കാഡമിക്കലി കുറച്ച് എന്താ ഓക്കെ ആയിരുന്നു. ഞാൻ വീട്ടിലിരുന്ന് പഠിക്കാൻ ഇഷ്ടമുള്ളതായതുകൊണ്ട് ഐ യൂസ് ടു ഹോൾഡ് അപ്പ്. ഭയങ്കര പഠിപ്പിയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, സ്കൂളിലൊക്കെ ടോപ്പർ ആയിരുന്നു. അങ്ങനെ പഠിപ്പില്ല, ചെറിയൊരു. ഓക്കെ ഓക്കെ. സോ ഇപ്പം മൂവിയിലോട്ട് വന്നപ്പോൾ ഫസ്റ്റ് മൂവി തന്നെ വേണുചേട്ടൻ്റെ കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ കൊച്ചുമകളായിട്ടല്ലായിരുന്നു ആക്ട് ചെയ്തത്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഫോർച്ചുനേറ്റ്ലി എൻ്റെ ആദ്യത്തെ മൂവി ഡയറക്റ്റ് ചെയ്തത് പലേരി അങ്കിളാണ്, രഘുനാഥ് പലേരി അങ്കിൾ. പിന്നെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തത് വേണു അങ്കിളുണ്ട്, ഇന്ദ്രജിത്ത് ഏട്ടനുണ്ട്, ഭാമ ചേച്ചിയുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ചെറുതായതുകൊണ്ട് എനിക്കറിയില്ല ഇവരുടെയൊക്കെ പ്രൊഫഷണലി ഇവർ എത്ര അക്കംപ്ലിഷ്ഡ് ആണെന്നൊന്നും അറിയുന്നൊരു വയസ്സായിരുന്നില്ല അന്ന് എനിക്ക്. പക്ഷെ എന്നാൽ പോലും എന്താ പറയുക,
ഇപ്പോഴും എനിക്ക് സിനിമയെ പറ്റി ആലോചിക്കുമ്പം ഫസ്റ്റ് ഡേ ഓൺ സെറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളിങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്, ഞങ്ങൾക്ക് അറിയില്ല എങ്ങോട്ടേക്ക് പോകേണ്ടതെന്ന്. ആ വീട് ആണ് അന്നത്തെ സെറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി നിൽക്കുക, നമ്മൾ ആദ്യം എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ആരെങ്കിലും വന്ന് സംസാരിക്കുന്നവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാമല്ലോ ഒരു സെറ്റിൽ പോയാൽ ആദ്യം എങ്ങോട്ട് പോകണം, എവിടെ ഇരിക്കണം. അപ്പോൾ അതെനിക്ക് ആ മൂവി ഭയങ്കര ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ എൻജോയ് ചെയ്തൊരു സെറ്റായിരുന്നു അത്. ഈ പറഞ്ഞ പോലെ തന്നെ വേണുങ്ങളുടെ കൂടെ ഇൻഫാക്ട് വേണുങ്ങൾ പോകുന്നതിന് എനിക്ക് തോന്നുന്നു ഒരു 2 months മുമ്പ് വരെ ശരിക്കും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു ഇങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് കാണാറ് വേണുങ്ങളിൽ. എനിക്ക് ഒരു പടവും കൂടെ എപ്പോഴെങ്കിലും ചെയ്യാൻ കിട്ടുമോ എന്ന് ഞാനിങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം കൂടിയായിരുന്നു അത്. ഫസ്റ്റ് മൂവി തന്നെ സെറ്റിൽ ചെന്നപ്പോഴത്തേക്കും ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എനിക്കൊന്ന് നമ്മൾ ചെറുതായതുകൊണ്ട് പിന്നെ എല്ലാവരും ഇങ്ങോട്ടൊന്നും ചോദിക്കില്ല നമ്മളുടെ പേരെന്താ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പം അതുകൊണ്ട് അന്ന് ആ ഐസ് ബ്രേക്കിംഗ് വാസ് ഇൻ എ ബിഗ് ഇഷ്യൂ. പ്രോബബ്ലി ഇഫ് ഐ വെന്റ് ടു എ സെറ്റ് ആഫ്റ്റർ ഐ ഗ്രൂ അപ്പ് എനിക്ക് ചിലപ്പോൾ അതൊരു പ്രശ്നമായേനെ. ലൈക്ക് ഐ വുഡന്റ് നോ വാട്ട് ടു ഡു. ഇല്ല എന്താ പറയുക, ആരോടാണ് ഞാൻ സംസാരിക്കേണ്ടത്, ഇവരൊക്കെ എങ്ങനെയാ ഇതെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ എൻ്റെ വീട് പോലെ തന്നെ എനിക്ക് പോകാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് എനിക്ക് ഒരു മൂവി സെറ്റ്. അത് കഴിഞ്ഞ് വില്ലാളി വീരനിൽ ദിലീപേട്ടൻ്റെ ഒക്കെ കൂടെ ഒരു കോംബോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ദിലീപേട്ടനായിട്ടുള്ള ഒരു സെറ്റിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആൾ സെറ്റിൽ എങ്ങനെയാണ്? ദിലീപേട്ടൻ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്താ ദിലീപേട്ടൻ്റെ ആ എനർജി യുനോ ഓവർ പവേഴ്സ് എവറിബഡി ഓൺ ദ സെറ്റ്. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആക്ടറാണല്ലോ ദിലീപേട്ടൻ. അപ്പം സെറ്റിൽ വരുമ്പോൾ പുള്ളി എല്ലാവരും കണ്ട് വിഷ് ചെയ്യും, എല്ലാവരോടും ഹായ് പറയും, ഇങ്ങനെ ഭയങ്കര ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. ഈവൻ സീനിൽ തന്നെ പുള്ളി ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ഫ്രെയിം ഉള്ളതിൻ്റെ ഫുൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ആക്ടറാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു സൈഡിൽ ഒരിടത്ത് നിന്ന് ആ ആക്ഷൻ ചെയ്യാണ്ട് ഫുൾ ആ ഫ്രെയിം മുഴുവൻ ഓടി നടന്ന് ചെയ്യുന്നൊരു കൈൻഡ് ഓഫ് ആക്ടിങ് സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ ചേട്ടൻ ഇങ്ങനെ അഡ്വൈസ് ഒക്കെ തരുമായിരുന്നോ? എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് തരുമായിരുന്നോ? പുള്ളി ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, നമുക്ക് അടുത്ത ടേക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്താ പറയുക, വി ഹാവ് ടു പ്ലേ അലോങ്. ഓക്കെ, എല്ലാം സ്പോട്ടിലുള്ള. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? കോണ്ടാക്ട് ഉണ്ടോ? ദിലീപേട്ടൻ ഇപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ടോ? അത് ഈ ഇടയ്ക്ക് ഞാൻ ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഓർമ്മയുണ്ട് ഞാൻ വില്ലാളി വീരൻ ചെയ്തു എന്നൊക്കെ. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷം. ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, സിനിമാറ്റിക് ഡാൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് ആശാ ശരത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിച്ചല്ലോ, ദുബായിൽ തന്നെയായിരുന്നല്ലോ. അപ്പം മാമിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? ആശാ മാമിനെ ഞങ്ങൾ ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് നോർമലി കാണാറ്, അല്ലെങ്കിൽ വി ഹാവ് എ ടീച്ചിങ് ഫാക്കൽറ്റി ദെയർ. പക്ഷേ എന്താ പറയുക, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. പോകാൻ നമുക്ക് എന്താ പറയുക വെരി കാം ഇൻ സൈഡ് അങ്ങനത്തെ ഒരു പ്ലേസ് ആയിരുന്നു. സോ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഓക്കെ, ഏത് ക്ലാസിക്കൽ ഡാൻസിൽ ഏത് കാറ്റഗറി ആയിരുന്നു? ഭരതനാട്യം. ഓക്കെ ഓക്കെ ഓക്കെ. സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യാറുണ്ടോ? ക്ലാസിക്കൽ ഡാൻസ് അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ അല്ലാതെ സിനിമാറ്റിക് ഡാൻസ്. റീസെൻ്റ്ലി ഏഷ്യാനെറ്റിൻ്റെ ഒരു അമ്മയുടെ ഒരു ഗെറ്റ് ടുഗെദറിൽ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരു പവർ പ്ലേ അങ്ങനെ ലൈക്ക് നല്ലൊരു പവർ ആയിട്ടുള്ള ഒരു ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ അമ്മയിൽ മെമ്പറായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ശ്വേത ചേച്ചി ഫസ്റ്റത്തെ ലേഡി പ്രസിഡൻ്റ് ആയിട്ടൊക്കെ വന്നല്ലോ. സോ അമ്മയിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. എന്താണ് അമ്മയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 22 or സംതിങ്ങിലാണ് എനിക്ക് തോന്നുന്നു മെമ്പർഷിപ്പ് എടുക്കുന്നത്, സംതിങ് അറൗണ്ട് ദോസ് ടൈംസ്. അപ്പോൾ നമുക്ക് ആദ്യം ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിനാണ് ഞാൻ ആദ്യമായിട്ട് അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം പോകുന്ന ആദ്യത്തെ ഫംഗ്ഷൻ. അപ്പോൾ അന്ന് ഞാൻ നോക്കുമ്പോൾ മമ്മൂക്കയുണ്ട്, ലാലേട്ടനുണ്ട്, രാജുവേട്ടനുണ്ട്, ടോവിനോ ചേട്ടനുണ്ട്. ഇവരെല്ലാവരും ഭയങ്കര ഇങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. മമ്മൂക്കാണെങ്കിൽ എല്ലാ ഗ്രൂപ്പായിട്ട് പോയി ചായ കുടിക്കുന്നു. അപ്പം അങ്ങനത്തെ ഇവരുടെ ഒരു സൈഡ് കാണുന്നത് ശരിക്കും അമ്മയിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. മറ്റേന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അവാർഡ് ഫംഗ്ഷനൊക്കെ കാണുമ്പോഴും ഭയങ്കര ഒരു ഫോമൽ അങ്ങനത്തെ ഇതാണല്ലോ. അപ്പോൾ സോ അന്ന് എനിക്ക് അമ്മയെ പറ്റിയുള്ള ഇമ്പ്രഷൻ അതായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ കുറേ എന്താ പറയുക ഈ പ്രായമായ ആർട്ടിസ്റ്റിനെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ലാലേട്ടനായാലും മമ്മൂക്ക ആയാലും ഓർ എനി അതർ ഈ പറയുന്ന വെരി ബിസി ആക്ടേഴ്സ്, അവർ ഈ ഒരു കോസിന് വേണ്ടി ഇത്രയും ടൈം കണ്ടെത്തുന്നു, അവർ ഈ ഫണ്ട് റേസേഴ്സിന് വേണ്ടി ഇത്രയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ആൻഡ് വേറൊരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു ഫോർമുല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതെനിക്കിപ്പോൾ മനസ്സിലാവുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് അത് എത്ര ഒരു നോബിൾ തോട്ടാണ് അത്. ബിക്കോസ് അവർക്കിപ്പോൾ ഇന്ന് എനിക്ക് വയ്യ, ഇന്ന് എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ വരാതിരിക്കാം. പക്ഷേ ഈ അമ്മ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ ഫേസ് ആയിട്ട് എത്രയോ നാൾ ഇവർ നിന്നു. അത്
ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, കുറേ പേരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പം ഇപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് അതൊരു എന്താ പറയുക, ഒരു ഭയങ്കര നോബിൾ കോസാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ശ്വേത ചേച്ചി എന്താ നമ്മളെല്ലാവരും പറഞ്ഞു പോലെ ഒരു ഒരു വുമൻ റെപ്രസെൻറ്റേറ്റീവ് വേണം നമ്മുടെ പ്രോബ്ലംസ് വോയിസ് ചെയ്യാൻ. ആൻഡ് ഷീ ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. അപ്പോൾ വി ആർ ഓൾ വെരി ഹാപ്പി ഫോർ ദാറ്റ്. സോ ന്യൂ കമ്മർ എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സൊക്കെ ന്യൂ കമ്മറായിട്ട് വന്നപ്പോഴത്തേക്കും ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഒരു പ്രോജക്റ്റ് സംസാരിക്കുമ്പോഴായാലും ഓർ എനി പേഴ്സൺ ഐ ഡോണ്ട് നോ, അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഹാപ്പൻ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഇറ്റ്സ് മൈ മോം ഹു ഡീൽസ് വിത്ത് ഇറ്റ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് അറിയാത്തൊരു ഫോൺ കോൾ എനിക്ക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്താ പറയുക ഒറ്റയ്ക്ക് പോയി ഒരാളെ കാണേണ്ടതായിട്ട് വന്നിട്ടില്ല. സോ അങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന കുറേ ബാഡ് എക്സ്പീരിയൻസസ് അതുകൊണ്ട് അവോയ്ഡ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അല്ലാതെ ഇപ്പം നമുക്കിപ്പോൾ ഒരു സെറ്റിലിരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴായാലും കുറേ ഇങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്യുന്നവർ നമ്മളോട് പറയാറുണ്ടല്ലോ, അവർക്ക് they were tricked into thinking that this was something else or അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് അവർ പറയാറുണ്ട്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ടച്ച് വുഡ് ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അയ്യോ വൈ ഡിഡ് ദേ തിങ്ക് ഓഫ് മീ ലൈക്ക് ദാറ്റ് എന്നൊരു സാധനം എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ചെറുതിലേ ചെയ്ത് വന്നുകൊണ്ട് ഇപ്പം നമ്മൾ അറിയാമെന്നുള്ളവരായാലും അവർക്ക് എന്നെ കാണുമ്പോഴും ഇപ്പോഴും ഒരു ചെറിയ കുട്ടീനെ പോലെയാണ് തോന്നാറ്. അന്നേ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് അങ്ങനെയൊക്കെ. സോ ആ കാര്യത്തിൽ ഐ തിങ്ക് ഐ വാസ് ലക്കി. അല്ലാതെ ഐ ഡോണ്ട് നോ ഹൗ സേഫ് ഇറ്റ് ഈസ്. പക്ഷേ ഐ വാസ് ജസ്റ്റ് ലക്കി ടു ഗോ ത്രൂ ദാറ്റ് വേ. ഇപ്പം അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അമ്മ ഒരു സപ്പോർട്ട് പില്ലറാണല്ലോ, എല്ലാത്തിനും അമ്മയാണല്ലോ കൂടെ വരുന്നതൊക്കെ. സോ അമ്മയുടെ ഒരു ആഗ്രഹമാണോ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് മനസ്സ വരണം, അങ്ങനെ അമ്മയുടെ കൂടെ ഒരു ആഗ്രഹമാണോ? ആക്ച്വലി പറയാനാണെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഏറ്റവും കുറച്ച് ആഗ്രഹം ഉണ്ടായിരുന്നത് അമ്മയ്ക്കാന്ന് തോന്നുന്നു. ബിക്കോസ് ഷീ വാസ് മോർ വറീഡ് അബൌട്ട് മൈ സ്റ്റഡീസ്. പക്ഷെ എൻ്റെ അമ്മാമ്മയ്ക്കും പപ്പയ്ക്കും ബാക്കി എല്ലാവർക്കുമാണ് സിനിമ അവർക്കൊരു ഭയങ്കര എന്താ പറയുക, ലൈക്ക് ദേ വാണ്ടഡ് മീ ടു ഗോ ഫോർ ഇറ്റ്. പക്ഷെ ഇപ്പം ഞാൻ എന്നിട്ട് അമ്മ എപ്പോഴും കളിയാക്കും. അമ്മയാണ് എൻ്റെ കൂടെ സെറ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, നമ്മൾ വി ഹാഡ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസസ്. പക്ഷെ അമ്മ അതിൻ്റെ സുഖം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബിക്കോസ് ഷീ ഈസ് ഓൾവേസ് ഇൻ എ ടെൻസ്ഡ് മോഡ്. അയ്യോ ഇവള് സമയത്തിന് ഇറങ്ങുമോ, ഇവള് ലൈൻസ് ഒക്കെ പഠിച്ചോ, ഇവള് സ്റ്റെപ്പൊക്കെ പഠിച്ചോ, ഇങ്ങനെ ഒരു ടെൻഷനിലാണ് അമ്മ എപ്പോഴും പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഇപ്പം എന്നോട് പറയാം, ഞാനിപ്പോൾ കുറച്ചൊക്കെ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആ ഒരു ടെൻഷനിലാണ്. സോ പക്ഷെ ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുന്ന അത്രയും തന്നെ അമ്മ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഞാൻ പോകുന്ന എന്താ പറയാ, എനിക്ക് തന്നെ ചിലപ്പം ഞാൻ ടയേർഡ് ആവും ഇങ്ങനെ. അപ്പോൾ അത്രയും സ്റ്റാമിന അമ്മയ്ക്ക് ഉണ്ട് ഇപ്പോഴും. മനസ്സൊരു സിംഗിൾ ചൈൽഡ് ആണല്ലോ, അപ്പോൾ ഒരു സിംഗിൾ ചൈൽഡിന്റെ ഒരു ബുദ്ധിമുട്ട് എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് പറയില്ലേ, കുറച്ച് പിടിവാശി അങ്ങനത്തെ ഉണ്ടാവും. എനിക്കറിയില്ല, എനിക്കറിയില്ലല്ലോ. ഓക്കെ, അമ്മയോട് ചോദിച്ചാൽ അമ്മയ്ക്കായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ അറിയാം. അതിപ്പോ ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അതുണ്ടാവും. ഇപ്പൊ എൻ്റെ മമ്മയുടെ സിസ്റ്റർ ആയാലും പറയും, ഇപ്പൊ മമ്മയോട് പോയി പറയും നീ പറഞ്ഞാലേ അവള് കേൾക്കുള്ളൂ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആസ് സച്ച് ഞാനൊരു സിംഗിൾ ചൈൽഡ് ആയതിന്റെ വിഷമം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഓക്കെ, ഇപ്പം മൂവിയിലോട്ട് വരുവാണെങ്കിൽ ഫസ്റ്റ് ഹീറോയിനായിട്ട് ചെയ്ത മൂവി കാറ്റാണല്ലോ. കാറ്റിൽ ആസിഫിക്കയുടെ ഒരു പെയറായിട്ട് വന്നു. ആ ഒരു എക്സ്പീരിയൻസ്, ആസിഫിക്കയുടെ ഒരു പെയറായിട്ട് വരുമ്പോൾ കുറച്ച് റൊമാൻറ്റിക് സീൻസ്, ഒരു സോങ് ഒക്കെ ഉണ്ടായിരുന്നു, കോംബോ. അപ്പോൾ ആ ഒരു കോംബോ വന്നപ്പോഴത്തേക്കുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആസിഫിക്ക ഭയങ്കര സപ്പോർട്ടീവ് ആ സെറ്റിൽ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത് ശരിക്കും ആക്ച്വലി ഞാൻ ടിയാൻ്റെ സെറ്റിൽ നിന്ന് മുരളി ഗോപി ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ഈ കാറ്റിൻ്റെ ഡിസ്കഷൻസ് വർ ഹാപ്പനിങ്, ദേ വർ സെർച്ചിങ് ഫോർ എ ന്യൂ ഫേസ്. അപ്പം അങ്ങനെയാണ് ശരിക്കും എനിക്ക് കാറ്റിലേക്ക് കിട്ടുന്നത്. അപ്പോൾ മുരളിയേട്ടൻ അന്ന് എന്നോട് ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, ഇങ്ങനെ മുകുൽസു എന്നൊക്കെയാണ് പേര്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിക്കുകയാണ്. അപ്പോഴും എനിക്കറിയില്ല എന്നെ ആസിഫിക്കയുടെ പേരായിട്ടാണ് നോക്കുന്നത്, എനിക്കറിയില്ല. ഞാനിപ്പോൾ എന്തോ ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് വേറെ എന്തോ ആവശ്യത്തിന് അരുൺ ചേട്ടൻ വന്നിരുന്നു. ഹൈദരാബാദിലായിരുന്നു ടിയാൻ്റെ ഷൂട്ട്. സോ ഹി കെയിം ദെയർ. അപ്പം നമ്മളിങ്ങനെ മീറ്റ് ചെയ്തു. എന്നിട്ട് അരുൺ ചേട്ടൻ പോയി. പിന്നെയും 2 ദിവസം എന്തോ കഴിഞ്ഞിട്ടാണ് മുരളിച്ചേട്ടൻ എന്നോട് പറയുന്നത് ആസിഫിൻ്റെ പെയറായിട്ട് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഐ ഡോണ്ട് നോ ഹൗ ടു റിയാക്ട്, ബിക്കോസ് ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ ആസിഫിൻ്റെ പെയറെന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ അന്ന് ഞാൻ ഭയങ്കര ഫാനും, അന്നും അല്ല ഇന്നും ഒക്കെ ഞാൻ ഫാനാണ് ആസിഫിക്കയുടെ. ഐ ലവ് ഹിസ് മൂവീസ്. അപ്പോൾ
അതെനിക്ക് ആ മൊമെന്റ് ഞാൻ ഇപ്പോഴും ഓർക്കും. ഞാനിത് റിയലൈസ് ചെയ്തത് ഇതാണ് എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞ സമയത്ത്. പിന്നെ സെറ്റിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആസിഫിക്ക മറ്റേ ചെത്ത ലുക്കില് അങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ. അപ്പൊ ആസിഫിക്ക ആണെങ്കിൽ ടോട്ടലി ഒരു വേറെ ലുക്കിലായിരുന്നു. ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത്, ക്ലീൻ ഷേവ്, പിന്നെ ഹിസ് ഹെയർ സ്റ്റൈൽ, ഡ്രസ്സിങ്, എവറിത്തിങ് വാസ് വെരി ഡിഫറെന്റ്. ഈവൻ പുള്ളി സംസാരിക്കുന്നത് പോലും ആ ഒരു സമയത്ത് പാക്കപ്പ് ആവുന്നത് വരെ യൂസ് ടു ബി വെരി ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറുടെ ആ പേസിൽ തന്നെയാണ് പുള്ളി നിന്നത്. പിന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആസിഫിക്ക. ഒന്നാമത് ഇതെൻ്റെ ആദ്യത്തെ ഒരു സോർട്ട് ഓഫ് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഇതൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ സോങ്ങിനൊക്കെ ആയാലും ഇപ്പൊ മാസ്റ്ററൊക്കെ പറയും കുറച്ചും കൂടി റൊമാൻസ് ഒക്കെ വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആസിഫിക്കാണ് അതിന് കവറപ്പ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ അത് ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. ഈ മൂവിയിൽ തന്നെ ഉമ്മുക്കുലുസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. റിയൽ ലൈഫിൽ മനസ്സ് അങ്ങനെയാണോ? ആ ഉമ്മുക്കുലുസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ട്രേറ്റ്സ് ഉള്ളത് ഉമ്മുക്കുൽസ് തന്നെയാണ്. ഒന്നാമത് സിനിമ ഭയങ്കര ഇഷ്ടം, പിന്നെ ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും, പിന്നെ ഇങ്ങനെ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ഭയങ്കര സ്പീഡിലൊക്കെ സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിന് മുന്നേ ആണല്ലോ ടിയാൻ ചെയ്തത്. അപ്പോൾ ടിയാൻ്റെ ഒരു സ്റ്റോറി തന്നെ ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്, റിലീജിയസ് ആയിട്ട് അങ്ങനത്തെ കുറേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതിൽ തന്നെ പൃഥ്വിരാജിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, ഷൈൻ ചേട്ടൻ്റെ സിസ്റ്ററായിട്ടായിരുന്നല്ലോ. സോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ലൈക്ക് ആ ഒരു സ്റ്റോറി വന്നപ്പോൾ തന്നെ എന്തായിരുന്നു ഒരു ഫീൽ? അത് ഡിഫറെൻറ്റ് ജോണർ അല്ല, സ്റ്റോറി ലൈൻ തന്നെ ഒരു ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ആ ടൈമിൽ അങ്ങനത്തെ ഒരു സ്റ്റോറി ചൂസ് ചെയ്തപ്പോൾ ഉള്ള ഒരു ഫീൽ എന്തായിരുന്നു? ചൂസ് ചെയ്തു എന്നുള്ള വേർഡ് വുഡ് ബി ടു മച്ച്. കാരണം ആ ഒരു ഫേസിൽ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാറുള്ള ഒരു സ്പേസ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഇത്രയും വലിയൊരു ക്യാൻവാസിലൊരു പടം ചെയ്യുന്നു, ആ മൂവിയുടെ ഒരു പാർട്ട് ആവുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് അന്ന് ഇറ്റ് വാസ് സംതിങ് വേ ബിയോണ്ട് വാട്ട് ഐ കുഡ് തിങ്ക്. അപ്പോൾ അതിലാണെങ്കിൽ എനിക്ക് കുറച്ച് ചെയ്യാനും ഉണ്ട്. പിന്നെ എന്താ പറയുക, ആ ഒരു സെറ്റിംഗ് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പം നമ്മൾ പ്ലേ ബാക്ക് കാണുമ്പോഴായാലും അതിൻ്റെ ആ കളർ ടോൺ, പിന്നെ വെച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ്, നമ്മുടെയൊക്കെ കോസ്റ്റ്യൂം. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു വേറെ ഒരു കാറ്റഗറിയിലുള്ളൊരു പടം ഞാൻ ആദ്യമായിട്ടാണ്. ബിക്കോസ് ഐ വാസ് ഓൺലി ഐ തിങ്ക് 3 movies ഓൾഡ് ടിയാൻ ചെയ്യുമ്പോൾ. അതിന് മുമ്പേ ഞാൻ 3 പടം എന്തോ ചെയ്തിട്ടുള്ളൂ. ആൻഡ് അതൊക്കെ ഭയങ്കര നാടൻ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ നിന്ന് മാറി വേറൊരു കുറച്ച് നോർത്ത് ഇന്ത്യൻ ഷെയ്ഡുള്ള ഒരു ലേ ഔട്ടും അങ്ങനെയൊക്കെ. സോ എനിക്ക് തോന്നുന്നത് ആ ഒരു വലിയ ക്യാൻവാസിൽ വർക്ക് ചെയ്തതിൻ്റെ ഒരു സ്പെഷ്യൽ മെമ്മറി ഉണ്ട് ടിയാനെ പറ്റി. ഓഫ് കോഴ്സ് രാജുവേട്ടൻ്റെ കൂടെ കോമ്പിനേഷൻ കിട്ടിയതും അതുമൊക്കെ. ഓക്കെ, ആ സീൻ ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സീനാണല്ലോ ആ മൂവിയിലുള്ളത്, ഗണ്ണിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സീൻ. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ട് 2017 കാറ്റിൻ്റെ കൂടെ തന്നെ ഒരു മൂവി കൂടെ, അതിലൊരു കന്യാസ്ത്രീ ആയിട്ടുള്ള ഒരു റോളായിരുന്നല്ലോ. സോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അന്ന് ഞാൻ ആലോചിക്കുന്നില്ല ഇത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അന്ന് തന്നെ ബാബു അങ്കിളാണ് വിളിച്ചിട്ട് ഈ സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര വിഷമമായി. ഒരു ചോയ്സിൽ നോർമലി നമ്മൾ പെണ്ണുങ്ങളൊക്കെ പറ്റി പറയാറുള്ളത് ലൈഫിൽ അവർക്ക് ചോയ്സസ് ഭയങ്കര ലിമിറ്റഡ് ആണ്, ഓർ സംബഡി എൽസ് ഡിസൈഡ്സ് ഫോർ ദാറ്റ്. അതാണല്ലോ എപ്പോഴും നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഞാനിങ്ങനെ കേട്ട് വന്ന ഒരു കഥ ഭയങ്കര ട്രൂ ആയ പോലത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക് ഈ ക്രോസ് റോഡ്സിൽ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ സ്റ്റോറി കേട്ടപ്പം. അപ്പം എനിക്കുള്ളിൽ തന്നെ എന്തോ വിഷമം തോന്നി ഈ കഥ കേട്ടപ്പം. പക്ഷെ അപ്പം നമ്മൾ ആലോചിക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിൻ്റെ ഇങ്ങനെയൊക്കെ ചെയ്യണം അന്നൊന്നും അറിയുന്നൊരു ടൈമൊന്നും അല്ലത്. അപ്പോൾ അത് എൻറ്റയർലി ബിക്കോസ് ഓഫ് വാട്ട് എവർ ബാബു അങ്കിൾ ഹെൽപ്പ് മീ വിത്ത്, അങ്ങനെയാണ് അത് പോയത്. പിന്നെ സീമ ചേച്ചിയായിരുന്നു എൻ്റെ അമ്മ, അനുചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടി നിന്നിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു കളക്റ്റീവ് കോൺട്രിബ്യൂഷൻ്റെ ഒരു പാർട്ടായിട്ടാണ് അത്. ശരിക്കും ഇപ്പോഴും എന്നോട് കണ്ടിട്ട് പറയാറുണ്ട് അതിൽ നന്നായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനിതൊന്നും അറിയാതെ ചെയ്തൊരു മൂവിയാണ്. ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആലോചിക്കാറുണ്ട്, എൻ്റെ ക്യാരക്ടറിന് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അതൊക്കെ. പക്ഷെ അന്ന് എനിക്കതൊന്നും അറിയില്ല, ഭയങ്കര റോ ആയിട്ട് വാട്ട് എവർ ഐ ഫെൽറ്റ് അങ്ങനെ ചെയ്തൊരു ടൈമിലുള്ളതായിരുന്നു അത്. ഇതുപോലെ സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന കഥാപാത്രങ്ങൾ ഇനിയും വരണം എന്ന് ആഗ്രഹമുണ്ടോ? ലൈക്ക് ഇപ്പോൾ ലോക വന്നു, അതിൽ കല്യാണി ഭയങ്കരമായിട്ട് ചെയ്തു വെച്ചു. അപ്പോൾ അതുപോലെ സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് വരണം, അല്ലെങ്കിൽ അതുപോലത്തെ സിനിമ വരണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ മനസ്സിലേക്ക്? ആഗ്രഹം പിന്നെ ഓഫ്കോഴ്സ് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കെല്ലാം അറിയാമല്ലോ, മൂവിയുടെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി മെൻ ഗോ ടു ദ തിയേറ്റർ, മെൻ സ്പെൻഡ് മണി ഓൺ ഇറ്റ്. അപ്പോൾ
എന്താ പറയുക, ഇപ്പം പാൻറ് കൂടുതൽ വിറ്റ് പോകുന്ന ഒരു മാർക്കറ്റിൽ സ്കേർട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്ന പോലെ ആണുങ്ങളുടെ സ്റ്റോറീസ് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം പീപ്പിൾ ടെൻഡ് ടു മേക്ക് മോർ ഓഫ് സ്റ്റോറീസ് ദാറ്റ് ടോക്ക് അബൌട്ട് മെൻ. അപ്പോൾ പെണ്ണുങ്ങൾ കൂടുതൽ തിയേറ്റേഴ്സിൽ പോകുന്നു, പെണ്ണുങ്ങളുടെ കഥ കാണാൻ ഇഷ്ടമുള്ള ഒരു ടൈം വരുമ്പം ഈ പറഞ്ഞ പോലെ എക്സെപ്ഷണൽ കേസസ് അല്ലാതെ ഇനിയും സ്ട്രോങ് ആയിട്ടുള്ള വിമൻ ക്യാരക്ടേഴ്സ് വരുമായിരിക്കും. ഇപ്പൊ സീരിയലിൽ കാണാറില്ലേ, അതിന്റെ ഓഡിയൻസ് വേറെ ആയതുകൊണ്ട് ഇറ്റ്സ് മോസ്റ്റ്ലി അബൌട്ട് വിമൻ, എല്ലാം പെണ്ണുങ്ങളുടെ കാര്യം, അങ്ങനെയാണ് സീരിയലിൽ വരുന്നത്. പക്ഷെ നമുക്ക് സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ ക്രൗഡ് വേറെ ആയതുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി ചൂസ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ ഐ തിങ്ക് വി ആർ റിവോൾവിങ് അല്ലേ, ഇപ്പൊ നോക്കുമ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഈ പറയുന്ന ഫീമെയിൽ ഓറിയന്റഡ് മൂവീസ് ആർ ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ. ഇപ്പം മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് പേയ്മെൻറ്റ് കുറവാണ്, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഇപ്പോൾ ആൾക്കാർ റേസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം മനസ്സിക്ക് അതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താണ്? ഇതിപ്പോൾ നമ്മൾ സ്ഥിരം പറയാറുള്ളത്, പക്ഷേ ഇപ്പോൾ അമീർ ഖാനൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മെനി പീപ്പിൾ യു ക്യാൻ ബ്രിങ് ടു ദ തിയേറ്റർ. അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു പേരുണ്ട് എന്ന് കേൾക്കുമ്പോൾ എത്ര ബിസിനസ് നടക്കുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ വാല്യൂ വരുന്നതെന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കമ്പയർ ചെയ്യേണ്ട ഒരേപോലെ പെർഫോമിംഗ് ആയിട്ടുള്ള 2 ആക്ടേഴ്സിൽ ഈ പേയ്മെൻറ്റ് ഇൻഇക്വാളിറ്റി ഉണ്ടോ എന്നാണ് നോക്കേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ മേ ബി ഉണ്ടാവും, പക്ഷേ ഐ തിങ്ക് വി ആർ സ്റ്റിൽ ചേഞ്ചിങ്. ഇതിപ്പം നമ്മൾ സംസാരിച്ച് അത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇൻഡസ്ട്രിയുടെ അകത്ത് മാത്രം അറിയുന്നൊരു കാര്യമായിരുന്നു ഇങ്ങനെ പേയ്മെൻറ്റ് ഇൻഇക്വാലിറ്റി ഉണ്ട് എന്നൊക്കെ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ പബ്ലിക് ഫോറമിലും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പീപ്പിൾ ആർ ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അപ്പം ഓവർ എ കോഴ്സ് ഓഫ് ടൈം അത് മാറും എന്നാണ് എൻ്റെ വിശ്വാസം. പേയ്മെന്റ് ഇല്ലാതെ നല്ലൊരു സ്റ്റോറി കയ്യിലേക്ക് വന്നാൽ മനസ്സത് ഓപ്റ്റ് ചെയ്യോ, ചൂസ് ചെയ്യോ? ലൈക്ക് ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുള്ള എൻ്റെ മൂവീസിലൊക്കെ എനിക്ക് ലാസ്റ്റ് കിട്ടാനുള്ള ഒരു പേയ്മെൻറ്റ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കിട്ടിയിട്ടുള്ളത് മേ ബി കപ്പിൾ ഓഫ് മൂവീസിലായിരിക്കും ആ ലാസ്റ്റ് ഒരു പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് കിട്ടാനുള്ളത് കിട്ടിയിട്ടുള്ളത്. മോസ്റ്റ്ലി ഇപ്പം നമ്മളും എങ്ങനെ അവരോട് ചോദിക്കാമെന്ന് വിചാരിക്കും. ഇപ്പോൾ തെലുങ്കൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ആരെങ്കിലും ഉണ്ടായിരിക്കും നമുക്ക് വേണ്ടി സംസാരിക്കാൻ, അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ നമ്മളും കുഴപ്പമില്ല അതങ്ങ് പോട്ടെ എന്നേ വിചാരിക്കുള്ളൂ. ഞാൻ പേഴ്സണലി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കുറേ. ഓക്കെ, കമ്മിങ് ടു തെലുങ്ക്, അവിടെ RGVയുടെ കൂടെ മൂവി ചെയ്തു, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു മൂവി ചെയ്തു. അപ്പോൾ RGVയുടെ കൂടെ അത്രയും വലിയൊരാളുടെ കൂടെ ആ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു കോൾ വന്നപ്പോഴത്തേക്കുള്ള ഒരു ഫീൽ എന്തായിരുന്നു? എൻ്റെ ആദ്യം RGV സാറുടെ ഓഫീസിൽ നിന്ന് പുള്ളിയുടെ നമ്മുടെ ആ മൂവിയുടെ അസോസിയേറ്റ് ആയിരുന്നു എനിക്ക് ആദ്യം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ RGV's ഓഫീസിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ തുറന്നിട്ട് അതിന് റിപ്ലൈ ചെയ്തില്ല. കാരണം ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമുക്ക് ചുമ്മാ ഈ ഫേക്ക് കാസ്റ്റിംഗ് മെസ്സേജ് ഒക്കെ വരുമല്ലോ, അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടു, പക്ഷേ ഐ ഡിഡ്ന്റ് റിപ്ലൈ. എന്നിട്ട് പുള്ളി വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ again my mom talked to him and അപ്പോഴാണ് എനിക്കിത് ശരിക്കും സിങ്ക് ആവുന്നത്. അത് റിയലി അവരൊരു മൂവിക്ക് വേണ്ടിയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്കറിയാം RGV സാറിനെ പറ്റി നമ്മൾ സോഷ്യൽ മീഡിയയിൽ what we hear about him. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര പേടിയായിരുന്നു, ഇനിയിപ്പോൾ എന്തെങ്കിലും ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞ് ഇനി ഒറ്റയ്ക്ക് വിളിക്കുമോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്തതിൽ വെച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഭയങ്കര ജെന്റിൽമാനാണ് ഞാൻ മീറ്റ് ചെയ്തത്. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ ഹിസ് ലൈഫ് ഔട്ട്സൈഡ് ദ സ്ഫിയർ ഓഫ് നോട്ട് സീൻ. പക്ഷെ ഞാൻ പേഴ്സണലി ഇൻട്രാക്ട് ചെയ്തതിന് നമുക്ക് ഭയങ്കര കംഫർട്ടബിളും ഐ ഫെൽറ്റ് വെരി സേഫ് വർക്കിംഗ് ഓൺ ഹിസ് സെറ്റ്. അപ്പോൾ ഈവൻ എൻ്റെ ക്യാരക്ടർ കുറച്ച് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു, YS ഭാരതി എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ പോകുമ്പോൾ പോലെ എന്നെ ആ ഒരു നെയിമിലാണ് കുറേ പേര് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ആ ഭാരതി ഗാറുവിൻ്റെ ക്യാരക്ടർ ചെയ്തല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. സോ ഇറ്റ് വാസ് വെരി ഫോർച്ചുനേറ്റ് ദാറ്റ് ഇറ്റ് ഹാപ്പൻ. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ നിന്ന് തെലുങ്കിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളിലോട്ട് പോകുമ്പോൾ ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ ഇപ്പോൾ മൂവി ചെയ്യുമ്പോൾ തന്നെ അവിടെയുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്താണ് മാനസിക ഫീൽ ചെയ്തിട്ടുള്ളത്? മെയിൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പറയാനാണെങ്കിൽ ഡിഫറൻസസ് ഉണ്ട്. ഈ ഐ തിങ്ക് ഹൈറാർക്കി അവിടെ കുറേ കൂടെ ഡിഫൈൻഡ് ആണ്. ഇപ്പം അവർക്ക് ആ ഒരു ടോപ്പ് ഒരു 5 പേരെ ഭയങ്കര നല്ലതായിട്ട് ട്രീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഹൈറാർക്കി ഈസ് മച്ച് മോർ എവിഡൻറ്റ് ദാൻ ഇപ്പോൾ നമ്മുടെ ഒരു മലയാളം മൂവിയിൽ. അപ്പോൾ വിത്ത് ദാറ്റ് ഇറ്റ് ഓൾസോ കംസ് ദാറ്റ് അവർക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആക്ടേഴ്സിനെ ആരാന്ന് അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഇഫ് ദേ ഗെറ്റ് ടു നോ യുവർ ആൻ ആക്ടർ
ഒരു ഭയങ്കര ഒരു ടൈപ്പ് ഓഫ് ഒരു എഫെക്ഷൻ കാണിക്കും. ഇപ്പം നമ്മുടെ സിനിമയൊന്നും കണ്ടിട്ടുണ്ടാവില്ല, നമ്മളൊന്നും അറിയില്ല, പക്ഷെ എന്നാലും ഒരു ആക്ടർ ആണെന്ന് അറിയുമ്പോൾ അവർക്ക് കുറേ കൂടി ഒരു ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും ആ ഒരു എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് എഫെക്ഷൻ. അങ്ങനെയൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അല്ലാതെ അങ്ങനെയൊക്കെ തന്നെ. ബാക്കി അറിയാലോ, കൾച്ചറലി ഫുഡ്, ലാംഗ്വേജ്, എവറിത്തിങ് ചേഞ്ചസ്. ഇപ്പോൾ ആൾക്കാർ തെലുങ്കിലേക്ക് എന്തോ എങ്ങനെ തെലുങ്ക് മൂവി ചെയ്യുമ്പോഴത്തേക്കും ലാംഗ്വേജ് ഒരു ബാരിയർ ആയിരുന്നു. തെലുങ്ക്, കന്നഡ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ലാംഗ്വേജ് എപ്പോഴെങ്കിലും ഒരു ബാരിയർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഡബ് ചെയ്യുമ്പോഴൊക്കെ സ്വന്തം വോയിസിൽ തന്നെയാണോ ഡബ് ചെയ്തത്? ഞാൻ ഇതുവരെ ഡബ് ചെയ്തിട്ടില്ല. ആൻഡ് ലാംഗ്വേജ് ഡെഫിനറ്റ്ലി ഒരു ബാരിയർ ആണ്. കാരണം നമ്മൾ ആ ലാംഗ്വേജ് ഒന്ന് മനസ്സിലായി വരുന്നവരെ യു ഓൾമോസ്റ്റ് ഫീൽ വെരി ഹാൻഡിക്യാപ്ഡ്. കാരണം നമുക്ക് പറയാനുള്ളത് നമ്മൾ കാണാതെ പഠിച്ച് പറയണം. അപ്പം മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് ആ മീനിങ് എടുത്തിട്ട് അപ്പോൾ വരുന്ന അതങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് പറയാമല്ലോ. ആ സ്ട്രക്ചേർഡ് ആവാണ്ട് പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. മറ്റേന്നൊക്കെ പറഞ്ഞാൽ ആ പേപ്പറിലുള്ള അത് തന്നെ നമുക്ക് പറയണം. മാറ്റി പറയാനോ അങ്ങനെ ഇതിനുള്ളൊരു ഓപ്ഷൻ ഒന്നും ഇല്ല. സംടൈംസ് യു ഡോണ്ട് നോ ഇഫ് യു സേയിങ് ദ റൈറ്റ് തിങ്. അതാണ്. അപ്പോൾ അവിടെയുള്ളവർ നോക്കുമ്പോഴത്തേക്ക് എന്താ ഈ പറയണമെന്ന് തോന്നും, പക്ഷെ നമുക്കറിയില്ലല്ലോ നമ്മൾ പറയുന്നത് തെറ്റാണ്. അപ്പം ലാംഗ്വേജ് ഭയങ്കര ഒരു എന്താ പ്രയോറിറ്റി നമ്പർ 1 ആയിട്ട് വരും. നമ്മൾ ആദ്യം പോയി വാട്ട് യു നീഡ് ടു ഗെറ്റ് ഹോൾഡ് ഓഫ്. അതിൽ ഫസ്റ്റ് തിങ് വുഡ് ബി ഈ ലാംഗ്വേജ്. മറ്റേ സ്വന്തം ലാംഗ്വേജിൽ ചെയ്യുമ്പോൾ ആ ഒരു ഫ്രീഡം ഡെഫിനറ്റ്ലി കുറവാണ് വേറെ ലാംഗ്വേജ്. ഇപ്പൊ തെലുങ്കൊക്കെ പഠിച്ചോ? തെലുങ്ക്, കന്നഡ ഒക്കെ പഠിച്ചോ? സ്ക്രിപ്റ്റ് ഒപ്പിച്ച് പഠിച്ചിട്ട് പോവും. പിന്നെ ഇപ്പോൾ അവിടുത്തെ ടീം ദേ പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. കാരണം അവർക്ക് ദേ ഹാവ് എ ലോട്ട് ഓഫ് ആക്ടേഴ്സ് ഹു ഡോണ്ട് നോ തെലുഗു. അപ്പോൾ ഇവർക്ക് നല്ലോണം അറിയാം ഇത് ഡീൽ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് നമ്മൾ ചോദിക്കാണ്ട് തന്നെ അവർക്ക് ഓൾറെഡി ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുള്ള വേർഷൻ കാണും. പിന്നെ അതിലൊരു മറ്റേ ഈ തംഗ്ലീഷിൽ നമ്മൾ മംഗ്ലീഷൊക്കെ എഴുതുന്ന പോലത്തെ അങ്ങനത്തെ ഇതുണ്ട്. പിന്നെ വോയിസ് നോട്ട്സ് അയച്ചു തരും ഇതെങ്ങനെയാണ് പറയണമെന്നുള്ളത്. സോ അവരതിന് പ്രിപ്പയർഡ് ആയതുകൊണ്ട് നമുക്കും ഇറ്റ് ഗോസ് അലോങ്. പിന്നെ ഇപ്പം അവർ തന്നെ പറയും ഡയലോഗ് കിട്ടിയില്ലെങ്കിൽ ചുമ്മാ 1 2 3 1 2 3 എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ 1 2 3 എന്നൊക്കെ പറയണം, ഓപ്പോസിറ്റിൽ നോക്കി നിൽക്കുന്ന ആൾ, അതിന് എന്ത് മീനിങ് വരും എന്നൊക്കെ തോന്നും. പക്ഷെ അവിടെ ദേ വെരി യൂസ്ഡ് ടു ഇറ്റ്. കാരണം വില്ലന്മാർ ഹിന്ദിക്കാരായിരിക്കും. യൂഷ്വലി ഓൾ ദെയർ ആക്ട്രസസ് ആർ മോസ്റ്റ്ലി ഫ്രം മുംബൈ ഓർ സം അതർ ലാംഗ്വേജ്. അപ്പോൾ അവിടെ അവർ വെരി യൂസ്ഡ് ടു ആണ്. അപ്പം നമുക്കിത് കേൾക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഷാജി ചേട്ടാ ഇവിടെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്ത കന്നഡ മൂവിയാണല്ലോ റാം ബജ്രംഗ് എന്ന് പറഞ്ഞിട്ട്. തെലുങ്ക് മൂവി തന്നെ. ഓക്കെ, തെലുങ്ക് മൂവി തന്നെ. ഓക്കെ, ആ മൂവിയിലും ലീഡിങ് ആയിട്ടുള്ള ഒരു റോള് തന്നെയാണല്ലോ. അതിൽ 2 പേരായിട്ട് വരുന്നതിൽ ഒരു പേരിൽ മാനസയാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മൂവിയിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു സപ്പോർട്ടിങ് ആക്ടറായിട്ട് വന്നിട്ട് പെട്ടെന്നൊരു ലീഡിങ് റോളിലോട്ട് വരുന്ന ഒരു ഫീൽ ആയിരുന്നു. ലൈക്ക് തെലുങ്കിൽ തന്നെ ഓൾറെഡി ആർജവിയുടെ കൂടെ ഒരു മൂവി ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വ്യൂഹം എന്ന് പറഞ്ഞ ഒരു മൂവി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മൂവി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് റാം ബജ്രംഗ്. സോ ഈ ഒരു മൂവിയുടെ ഒരു എക്സ്പീരിയൻസ് സെറ്റിലൊക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെ ഡിഫറൻസ് ആയിട്ട് പറയാനില്ല. ഐ തിങ്ക് ഇറ്റ്സ് മെയിൻലി അബൌട്ട് ആ ക്യാരക്ടർ. ഇപ്പോൾ റാം ബജ്രംഗിൽ എൻ്റെ ക്യാരക്ടർ പിന്നെയും ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് മീ, പക്ഷേ ഫ്രം എ ഡിഫറെൻറ്റ് പീരിയഡ്. കുറച്ച് കാലം വേറെയാണ്. അപ്പോൾ ആ കോസ്റ്റ്യൂമും അതുമൊക്കെ ചേഞ്ച് ആവും. പക്ഷെ അല്ലാതെ ഐ തിങ്ക് പീപ്പിൾ ആർ ഓൾ ഓൾമോസ്റ്റ് ദ സെയിം. അങ്ങനെ വലിയ ഡിഫറൻസ് ആയിട്ട് പറയാനില്ല. പിന്നെ ഇപ്പോൾ വ്യൂഹം എനിക്ക് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ബിക്കോസ് ഐ വാസ് പെയർഡ് ഓപ്പോസിറ്റ് ടു അജ്മൽ. അപ്പം അജ്മൽ ചേട്ടൻ്റെ കൂടെ ഓൾറെഡി ഞാൻ പാപ്പൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വാസ് അവർ സെക്കൻഡ് മൂവി. പിന്നെ ഒരു മലയാളിയും കൂടെയാണ്. അപ്പൊ പിന്നെ നമുക്ക് മൊത്തം ആ തെലുങ്ക് ആംബിയൻസ് എന്നുള്ളതിൽ നിന്ന് സംബഡി യു ക്യാൻ ടോക്ക് മലയാളം വിത്ത്, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ റാം ബജ്രംഗിന് പിന്നെ മൊത്തം ഇറ്റ് വാസ് ഓൾ തെലുഗു പീപ്പിൾ. അതൊരു ഡിഫറൻസ് ആയിരുന്നു. എനിക്ക് മനസ്സയുടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് 21 ഗ്രാംസിൽ അഞ്ജലി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ. അഞ്ജലിയാണ് ആ സ്റ്റോറി കൊണ്ടുപോകുന്നത് തന്നെ. അതിൽ അപ്പോൾ പറയുമ്പോൾ സ്റ്റോറിയിൽ പറയുമ്പം അത് അഞ്ജലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ചൂസ് ചെയ്ത ഒരു സ്റ്റോറിയാണോ 21 ഗ്രാംസ്? കാരണം കോവിഡിൻ്റെ സമയത്ത് ബിഫോർ കോവിഡ് സ്റ്റാർട്ടഡ്
എനിക്ക് കന്നഡയിൽ ഒരു ഭയങ്കര ഒരു നല്ലൊരു ഓപ്പണിങ്ങിൻ്റെ ഒരു മൂവി ഉണ്ടായിരുന്നു. തമിഴിൽ എനിക്കൊരു മൂവി ഉണ്ടായിരുന്നു. പക്ഷെ കോവിഡ് ആയപ്പോഴത്തേക്കും ഇതെല്ലാം ഇറ്റ് ഗോട്ട് സ്റ്റോൾഡ്. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര എനിക്ക് ചെയ്യാൻ പാടില്ല, വാട്ട് ഡു ഐ ഡു എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ആക്ച്വലി ആ ഒരു ആഫ്റ്റർ കോവിഡ് സമയത്തിൽ 21 grams വരുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ വികടകുമാരൻ, ചിൽഡ്രൻസ് പാർക്ക്, കാറ്റ് ഇതെല്ലാം ഞാൻ ലീഡായിട്ട് ചെയ്തതാണ്. അപ്പോൾ 21 grams ആയപ്പോൾ ഞാൻ അതിൽ ലീഡല്ല. ഐ വാസ് പക്ഷെ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അതിൻ്റെ ഡയറക്ടർ ബിപിൻ കൃഷ്ണ. അപ്പോൾ ബിപിൻ ചേട്ടനാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ കോവിഡ് അല്ലേ, എനിക്ക് ഐ ഡോണ്ട് നോ വാട്ട് ടു സ്റ്റാർട്ട് വിത്ത്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രശ്നം. കാരണം ഈ കമ്മിറ്റ് ചെയ്ത മൂവീസ് എല്ലാം ഇങ്ങനെ സ്റ്റോൾഡായി. അപ്പോൾ ഇനിയിപ്പം ഫോർ എ ലോങ് ടൈം ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഗോൺ ടു കം നെക്സ്റ്റ്. അങ്ങനെ ഇരുന്ന സമയത്താണ് ശരി ഈ സ്റ്റോറി കേട്ടപ്പം ഇറ്റ് ഓൾ ആങ്കേഴ്സ് അറൗണ്ട് ഈ ഒരു ക്യാരക്ടർ. അപ്പം കുറച്ചുള്ളെങ്കിലും സ്റ്റോറി അടിപൊളിയാണ്, ഭയങ്കര സസ്പെൻസ് ആണ്. അപ്പം അങ്ങനെ ഞാൻ എടുത്തതാണ് ആ മൂവി. പക്ഷെ എന്തോ അതിൻ്റെ ഒരു കോവിഡ് ഓപ്പണിങ് തുടങ്ങിയത് പറഞ്ഞ പോലെ ഞാൻ 21 grams ചെയ്തതിന് ശേഷമാണ് തെലുങ്കിൽ എൻ്റെ ആദ്യത്തെ മൂവി ചെയ്യുന്നത്, ഹൈവേ, ആനന്ദ് ദേവർക്കോട്ടയുടെ കൂടെ. അപ്പോൾ ഞാൻ എപ്പോഴും ബിപിൻ ചേട്ടനോട് പറയും, ബിപിൻ ചേട്ടനാണ് കോവിഡ് കഴിഞ്ഞിട്ട് ഹി സ്റ്റാർട്ടഡ് എ ന്യൂ വേവ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ കൂടുതലും മൂവീസ് ചെയ്തിരിക്കുന്ന തെലുങ്കിൽ തന്നെയാണ്, മീൻസ് അന്യഭാഷ മൂവീസ് ഒക്കെ തെലുങ്കിൽ തന്നെയാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തെലുഗാണ് ഇപ്പം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള? അങ്ങനെയൊന്നുമല്ല. അതിപ്പോൾ ആക്ച്വലി തെലുങ്ക് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, കോയിൻസിഡൻഷ്യൽ ആയിട്ടാണ്. കാരണം സംബഡി സംവെയർ പുട്ടപ്പ് പോസ്റ്റ് സെയിം ഞാൻ പവൻ കല്യാണിന്റെ കൂടെ ഒരു മൂവി ചെയ്യുന്നുണ്ട്, വിച്ച് വാസ് നോട്ട് ട്രൂ. ആരോ അത് തുടങ്ങിയതാണ്. അപ്പം എന്നെ ടാഗ് ചെയ്യുന്നു റാൻഡംലി. ഇത് 21 grams ഷൂട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത്, അതെ അതിന് മുമ്പാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, സംതിങ് അറൗണ്ട് ദോസ് ലൈൻസ്. അപ്പോൾ അങ്ങനെ ഈ കുറേ തെലുഗു ഫോളോവേഴ്സ് ഒക്കെ വരുന്നു. സോ ഐ ഡോണ്ട് നോ വാട്ട് വാസ് ഹാപ്പനിങ്. അപ്പോൾ എനിക്ക് പവൻ കല്യാൺ അവിടുത്തെ എത്ര വലിയ ആക്ടർ ആണെന്ന് പോലും എനിക്ക് വലിയ ഐ ഡി നോട്ട് നോ സോ മച്ച് അബൌട്ട് ഇറ്റ്. അപ്പം അങ്ങനെയാണ് ശരിക്കും അവിടുന്ന് കുറച്ച് അറ്റൻഷൻ കിട്ടാനും ദാറ്റ്സ് ഹൗ ഐ ഗോട്ട് മൂവീസ് ദെയർ. സോ അങ്ങനെ ഇപ്പം ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ആ പടം വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോൾ അത് ആരോ അങ്ങനെ തുടങ്ങി വിട്ടത് കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. മലയാളത്തിൽ നോക്കുമ്പോഴത്തേക്കും മറ്റുള്ള ഭാഷകളിൽ കുറച്ച് അഭിനയം കൂടുതൽ വേണം. ഇപ്പം തമിഴിലാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് അമ്മയെന്ന് വിളിക്കുന്നതും തമിഴിൽ അമ്മയെ അങ്ങനെ വിളിക്കുന്ന കുറച്ച് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ കുറച്ച് കൂടുതൽ അഭിനയം അവിടെ വേണം? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ മലയാളം കുറേ കൂടി എന്താ പറയുക ഭയങ്കര നാച്ചുറലായിട്ട് വരിക. അവിടെ അവർക്ക് ആ ഓവറോൾ ഒരു ഫീല് കിട്ടണം. പിന്നെ ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ ഹൗ ദ ഫ്രെയിം ലുക്സ്, കളർഫുൾ, എനർജറ്റിക്, വൈബ്രൻറ്റ്, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും നമുക്കിപ്പോൾ അങ്ങനെ ഇല്ലല്ലോ. നമ്മുടെ വാട്ട് എവർ നാച്ചുറലി കംസ്, നമ്മുടെ ഇപ്പോൾ മുഖത്തെ ഫ്ലോസ് ആയാലും അതെല്ലാം ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു മൂവി ഇൻഡസ്ട്രിയും ആണ്, ക്രൗഡും ആണ്. ഇപ്പം അവിടെ ആണെങ്കിൽ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വരെ, ഇപ്പോൾ ചുണ്ടിൽ ലൈൻ വരാൻ പാടില്ല, അങ്ങനത്തത് പോലും അവർ ഒബ്സർവ് ചെയ്യും. ആ മുടി അങ്ങനെ ഇരിക്കുന്നത്, അതൊന്ന് കറക്റ്റ് ചെയ്യുമോ. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമ്മൾ ആ ഇംപെർഫെക്ഷൻസിനാണ് ബ്യൂട്ടി കാണുന്നത്, അല്ല ഒരു ഹ്യൂമൻ എന്നുള്ള ആ ഒരു ഫീച്ചേഴ്സും നമ്മൾ ഇപ്പം ആ മുഖത്ത് ചെറിയ കുഴി ഉണ്ടാവും, നമ്മുടെ സ്കിന്നിന് നാച്ചുറലി പല ഡെൻസ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ അവർക്ക് കുറേ കൂടി ആ ഒരു എന്താ പറയുക ആ പെർഫെക്ഷൻ നോക്കുന്ന ഒരു ടൈപ്പാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം ഭീഷ്മർ എന്ന് പറഞ്ഞ ഒരു കോമഡി ജോണറിലുള്ള ധ്യാൻ ശ്രീനിവാസന്റെ ഒരു പടം ചെയ്തല്ലോ. ഞാനില്ല പടത്തില്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എല്ലാരും വിളിച്ചു. താരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ അതിന്റെ ഓഡിയോ ലോഞ്ചിന് പോയിരുന്നു ചെറുതായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതില് വീഡിയോ ഇൻസ്റ്റയിലൊക്കെ വൈറലായ വീഡിയോ ആയിരുന്നു. ഓക്കെ, സോറി. ഓക്കെ. ആൻഡ് കുറച്ച് നെർവസ് ആവുന്ന പോലെ ഉണ്ട് നമ്മളെ. കുറച്ച് വെള്ളം എനിക്ക് തോന്നുന്നില്ല. എന്റെ അമ്മയെ നാട്ടിച്ച് ഇന്നെന്താണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് സോറി. നിനക്ക് ഇത്ര വലിയ കണ്ടുണ്ടല്ലോ മത്തയ്ക്ക പോലെ. സോറി. എന്തത് സോറി? മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? സോറി പറഞ്ഞില്ലേ. എന്തെങ്കിലും ഓർത്തിരിക്കാനുള്ള ഒരു ഓക്വേർഡ് ആയിട്ടുള്ള ഒരു ഫാൻ മൊമെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ നല്ല ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫാൻ മൊമെന്റ് ഉണ്ടോ? ഫാൻ മൊമെന്റ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കാറ്റ് ചെയ്തിട്ട് സോങ് റിലീസായി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ലുലുവിലായിരുന്നു, ഞാനും ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ
അന്ന് സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു ഷോപ്പ്, ഇപ്പം അത് അടച്ചു പോയി. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ബഞ്ച് ഓഫ് സ്കൂൾ ബോയ്സ് അവർ വന്നിട്ട് എന്നോട് ചോദിച്ചു മാനസയല്ലേ എന്ന് ചോദിച്ചു. അപ്പം അന്ന് അതെനിക്ക് എൻ്റെ ഡ്രീമിലുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു, ഇങ്ങനെ ആരെങ്കിലും വന്ന് എന്നോട് ചോദിക്കണം മാനസയല്ലേ എന്ന് ചോദിക്കണം. അപ്പം അത് ഫസ്റ്റ് ടൈം അങ്ങനെ റിയൽ ആയിട്ട് വന്നു. അവരെന്നോട് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പം ഇപ്പോഴും ഞാൻ ഇപ്പം അവിടെ വേറെ ഷോപ്പാണ്, എന്നാലും ലുലുല് പോയിട്ട് അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും അന്ന് ഇവിടെ വെച്ചിട്ടായിരുന്നു അത്. ഓക്കെ ഓക്കെ, ഇപ്പൊ ഞാനൊരു ഫോട്ടോ കാണിക്കാമേ. ഇല്ല, നല്ല ഫോട്ടോ ആണ്, ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫോട്ടോ. ഓക്കെ, ഈ ഫോട്ടോയുടെ ഒരു സ്റ്റോറി എന്താണ്? ഈ ഫോട്ടോയുടെ സ്റ്റോറി, ഇത് അസോസിയേഷന്റെ പരിപാടിയാണ്. അസോസിയേഷന്റെ പരിപാടിയിൽ ഞാൻ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. കാരണം ഞാൻ എല്ലാത്തിനും പോയി ചേരും. സ്പോർട്സ് അല്ല, ഈ മറ്റേ പോയിട്രി, സ്റ്റോറി ടെല്ലിംഗ്, പാട്ട്, ലളിതഗാനം, എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന കാറ്റഗറിക്കൊക്കെ ഞാൻ ചേരും. 2-3 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാത്തിലും എനിക്ക് ഫസ്റ്റ് കിട്ടും. ഞാൻ ഇങ്ങനെ ട്രോഫിയൊക്കെ വാരി വരുന്നൊരു കാലം. അപ്പം അത് ഞാൻ കുറച്ചും കൂടെ വലുതായിട്ട്, ഇത് ഞാൻ ആദ്യം എനിക്ക് തോന്നുന്നു ഞാൻ 3 years എന്തോ ആണെന്ന് തോന്നുന്നു. 3 years അല്ലേ? 3 years. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു സരിത ആൻറ്റി എന്ന് പറഞ്ഞൊരു ആൻറ്റിയാണ് എന്നെ ഈ ഡാൻസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് മറ്റേ എന്താ ഫോക്ക് ഡാൻസ്, അതാണ് എൻ്റെ പേര്, ഫോക്ക് ഡാൻസ്. അപ്പോൾ ഞാനൊരു കൈനോട്ടക്കാരിയായിട്ടാണ് അതിനകത്ത് എൻ്റെ ഇത് മറ്റേ എന്തോ കൈ നോക്കണം അമ്മ കഥ പറയണം അങ്ങനത്തെ എന്തോ പാട്ടത്. അപ്പോൾ കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാൻ സരിതാൻറ്റിയെ നോക്കിയേ ഡാൻസ് കളിക്കുള്ളൂ. സരിതാൻറ്റി എവിടെ നിൽക്കുന്നോ അവിടെ നോക്കിയേ ഞാൻ ഡാൻസ് കളിക്കുള്ളൂ. അപ്പോൾ സരിതാൻറ്റി ബാക്ക് സ്റ്റേജിൽ നിന്നിട്ടാണ്, സ്റ്റേജ് ഇങ്ങനെ ബാക്ക് സ്റ്റേജ് ഇവിടെ, അപ്പോൾ അവിടെ നിന്നിട്ടാണ് സരിതാൻറ്റി ഈ പാട്ട് പാടുന്നത്. ഞാൻ സ്റ്റേജിൽ നോക്കൂല, ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് ഡാൻസ് കളിക്കും. അപ്പോൾ എല്ലാവരും പറഞ്ഞു മമ്മ പോയി ഫ്രണ്ടിൽ നിന്നാൽ ചിലപ്പോൾ ഞാൻ ഒന്നും നടക്കുന്നില്ല. ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് സരിതാൻറ്റിയെ നോക്കിയാൽ ഡാൻസ് കളിക്കുള്ളൂ. അപ്പോൾ എനിക്കൊരു ബാസ്ക്കറ്റ് ഉണ്ട്, അതായിരുന്നു എൻ്റെ മെയിൻ ഐറ്റം ആ ഡാൻസിന്. എനിക്ക് ബാക്കി ഒന്നും വേണ്ട, ഈ ബാസ്ക്കറ്റ് എനിക്ക് എപ്പോഴെങ്കിലും ബാസ്ക്കറ്റ് വേഗം എടുക്കണം, അതാണ്. അപ്പം കളിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ സരിതാൻറ്റി ചോദിക്കും എടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് കളിക്കും. അപ്പം ഇപ്പോഴും അത് പറഞ്ഞ് എന്നെ കളിയാക്കും എല്ലാവരും, അന്ന് നീ ബാസ്ക്കറ്റ് എടുക്കാൻ വേണ്ടി മമ്മൂട്ടിയെ പോലെ സ്റ്റെപ്പ് കാണിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാവർക്കും ഓർമ്മയുള്ളൊരു സാധനമാണത്. അതെനിക്കൊന്ന് എൻ്റെ ആദ്യത്തെ എന്തോ ഒരു ഡാൻസ് സ്റ്റേജ് പെർഫോമൻസ് അങ്ങനെയായിരുന്നു. പക്ഷെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫോട്ടോയിൽ മാത്രം പ്രോഗ്രാം ഞാൻ. ഓക്കെ, ശരി. സോ ഇപ്പോൾ പാട്ട് പാടും, ഞാൻ എക്സിൽ ഒരു വീഡിയോ കണ്ടിരുന്നു പാട്ട് പാടുന്നത്. അപ്പോൾ പാട്ട് പാടും, ഗിത്താർ വായിക്കും. അപ്പം ഇതിനൊക്കെ ഒരു ബേസ് അമ്മയുടെ അടുത്തുനിന്നാണോ? അല്ലെങ്കിൽ എല്ലാ ഡാൻസ് ചെയ്യുന്നു, ഗിത്താർ വായിക്കുന്നു, പാട്ട് പാടുന്നു, അങ്ങനെ എല്ലാ മേഖലയിലും ജസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ആർട്ട് മമ്മയുടെ എന്ന് വന്നു എന്നാണ്. എൻ്റെ മമ്മയുടെ പേര് കല എന്നാണ്, പക്ഷെ ആർട്ടിസ്റ്റിക്കലി ഒട്ടും ഇൻക്ലൈൻഡ് അല്ലാത്ത ഒരാളാണ് മമ്മ. മമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ആർട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും, അതിൽ നല്ല ഒപ്പീനിയൻ ഉണ്ട്, നല്ല ചോയ്സസ് ഉണ്ട്. പക്ഷെ ആർട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഷീ കാൺ സിങ്, ഷീ കാൺ ഡാൻസ്, ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആണ്, അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ പാട്ട് എനിക്കറിയില്ല, പാട്ട് ഞാൻ അങ്ങനെ സിംഗറൊന്നുമല്ല, ചുമ്മാ ടൈം പാസ് സിംഗർ. പിന്നെ എനിക്ക് ഗിറ്റാർ പഠിക്കണമെന്ന് ഞാൻ തന്നെ എടുത്തതാണ്. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യാന്ന് പറയും. ഒരു ഓൾറൗണ്ടറാണ്. അത് ഞാനോ? അങ്ങനെയൊന്നുമല്ല. ഗിറ്റാർ ഞാൻ സ്കൂളിലെ സമയത്ത് എന്താ പറയുക, നമ്മൾ ഈ ഇംഗ്ലീഷ് സോങ്സിലൊക്കെ ഒരു ട്രാക്ക് എപ്പോഴും ഒരു ഗിറ്റാർ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കയറി പഠിച്ചത്. പക്ഷെ ഗിറ്റാറിൽ അതെനിക്ക് അത്ര വർക്കായില്ല, കാരണം എന്തോ എനിക്ക് കോഡ്സ് ഒക്കെ പിടിക്കാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം ഐ ഗേവ് അപ്പ് ഓൺ ഇറ്റ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കുറച്ച് നാൾ ട്രിവാൻഡ്രം വന്ന് നിന്ന സമയത്ത് എൻ്റെ മമ്മയുടെ സിസ്റ്റർ വീണ വായിക്കും. അപ്പോൾ ആ വീണ എടുത്ത് ഈ ഗിറ്റാറിൻ്റെ സെയിം സോർട്ട് ഓഫ് റൂൾസ് തന്നെയാണല്ലോ, സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് അല്ലേ. അങ്ങനെ ഞാൻ വീണ തനിയെ പഠിച്ചു. ഇപ്പോൾ ബേസിക്സ് വായിക്കാൻ അറിയാം എനിക്ക് വീണയിൽ. സോ ഐ തിങ്ക് ദാറ്റ് ഹെൽപ്പ് ഹിയർ. മനസ്സിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഒരു സ്റ്റോറി വരികയാണോ, ഒരു മൂവിയുടെ സ്റ്റോറി വരികയാണെങ്കിൽ മനസ്സ് ആദ്യം നോക്കുന്നത് എന്താണ്? ടീം നോക്കുമോ, സ്റ്റോറി ലൈൻ നോക്കുമോ, ഡയറക്ടർ നോക്കുമോ, എന്താണ് ആദ്യം നോക്കുന്ന ഒരു ഫാക്ടർ എന്താണ്? എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു പ്രയോറിറ്റിയിൽ നോക്കാൻ പറ്റില്ല, പാരലലി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കും അല്ലേ. ഇപ്പോൾ എന്താ പറയുക, ഇതൊരു 3-4 സ്ലോട്ടാണ്. അപ്പം അതിലേതൊക്കെ നമുക്ക് ചെക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും നോക്കുന്നത്. നമ്മൾ ആദ്യം നല്ല ക്യാരക്ടറാണ്, പക്ഷെ പേയ്മെൻറ്റ് കുറവാണ്, ടീം ഓക്കെയാണ്, പക്ഷെ എന്നാലും നല്ല ക്യാരക്ടറാണെങ്കിൽ ഡു ഇറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ പേയ്മെൻറ്റ് കുറവാണ്, ക്യാരക്ടറും കുറവാണ്, പക്ഷെ നല്ല ടീമാണ്, ഡു ഇറ്റ്. അല്ലെങ്കിൽ നല്ല ക്യാരക്ടറും നല്ല ടീമുമാണ്, പേയ്മെൻറ്റ് കുറവാണെങ്കിലും ഡു ഇറ്റ്. അങ്ങനെ ഇതിലിപ്പോൾ 3 മോശമാണെങ്കിലായിരിക്കും നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്.
അല്ലാതെ 3 കാര്യത്തിൽ ഏതെങ്കിലും ഒന്നായാൽ പോലും ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ഇനഫ് ടു പ്രൊസീഡ്. മനസ്സിൽ അമ്മയും തമ്മിൽ ഒരു ക്ലാഷ് വരാറുണ്ടോ സ്റ്റോറി വരുമ്പോൾ? ഇതെനിക്ക് ചെയ്യണം അങ്ങനെ തോന്നിയിട്ട് അമ്മ വേണ്ട ഇത് നമുക്ക് ശരിയാവില്ല, അങ്ങനെ ഒരു ക്ലാഷ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ ക്ലാഷ് സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ഒന്നും ഇല്ല. നമ്മളൊരു മോസ്റ്റ്ലി അതൊരു ഡിസ്കഷൻ ആയിരിക്കും. പിന്നെ എനിക്കാണ് ലിമിറ്റേഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് കൂടുതൽ വെൻ ഇറ്റ് കംസ് ടു ചൂസിങ് എ ക്യാരക്ടർ മോർ ദാൻ മൈ മോം. ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ആ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും കുറച്ച് ഗ്ലാമറസ് ഒക്കെ ആയിട്ടുള്ളതുണ്ടെങ്കിൽ ആദ്യം ഞാനായിരിക്കും വേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അമ്മയ്ക്ക് യുനോ ഷീസ് ലൈക്ക് ശരി അങ്ങനെ അതിനിപ്പോൾ എന്താ എന്നൊരു മട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിലും. അങ്ങനെ ഇപ്പം റിജിഡ് ആയിട്ടുള്ള ലൈൻസ് ഒന്നുമില്ല. എനിക്കാണ് കുറേ കൂടി റിജിഡ് ആയിട്ടുള്ള യെസ് ആൻഡ് നോസ് ഉള്ളത്. അപ്പോൾ മോസ്റ്റ്ലി ഞാനായിരിക്കും വേണ്ടെന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ഇപ്പം പുഷ് ചെയ്യാത്തത് കൊണ്ട് പിന്നെ നമ്മളങ്ങനെ എന്താ ഒരു ആർഗ്യുമെന്റിലേക്കൊന്നും പോകാറില്ല. സകലകലാശാല മൂവി ചെയ്തല്ലോ, ആ ഒരു മൂവിയുടെ സെറ്റിൽ അതും ഇതുപോലെ ധർമ്മജൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഫുൾ ഫണ്ണായിട്ടുള്ള ഒരു സെറ്റ് ക്രൂ ആയിരുന്നല്ലോ അതിൽ. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സെറ്റിൽ ഭയങ്കര ഫണ്ണായിരുന്നോ? ചിലർ പറയും നമുക്ക് ഷൂട്ടിങ്ങിന്റെ ടൈമിൽ ഇങ്ങനെ ഫണ്ണായിട്ടുള്ള ഒരു ടീം ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ചിരിച്ചു പോകും. അങ്ങനത്തെയൊക്കെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? സകലകലാശാല ഞാൻ ചെയ്യുമ്പോൾ ഓൾറെഡി ഞാൻ വികടകുമാരൻ ചെയ്തിരുന്നു വിത്ത് ധർമ്മൻ ചേട്ടൻ. അപ്പോൾ എനിക്ക് ഓൾറെഡി ധർമ്മചേട്ടൻ്റെ ഫാമിലിയും ഒക്കെ അറിയാം ആ സമയത്ത്. അപ്പോൾ സകലകലാശാല നല്ല രസമായിരുന്നു. പിന്നെ അതൊരു ക്യാമ്പസ്, അന്ന് ഞാൻ എൻ്റെ കോളേജിൽ പോകുന്നതിൽ നിന്നും ഈ ഷൂട്ടിന് വേണ്ടി ഈ കോളേജിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു ഇങ്ങനെ, നിനക്ക് ഈ അറ്റൻഡൻസ് അങ്ങോട്ടേക്ക് അയക്കാൻ പറ്റുമോ നോക്ക്, എന്തെങ്കിൽ നിനക്ക് അറ്റൻഡൻസ് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. സോ ഓഫ് കോഴ്സ് മേക്ക് ചെയ്ത് വരുമ്പം തിങ്സ് ക്യാൻ ചേഞ്ച്, അത് വേറെ. പക്ഷെ വർക്ക് ചെയ്യാൻ നല്ല രസമുള്ളൊരു മൂവിയായിരുന്നു. ഇനി നമുക്ക് ചുമ്മാ കുറച്ച് പൊട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാമേ, കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാമേ. ഒരു റാപ്പിഡ് ഫയർ പോലെ, ഞാൻ പെട്ടെന്ന് ചോദിക്കും പെട്ടെന്ന് ആൻസർ പറയും. അങ്ങനെ പെട്ടെന്ന് ചോദിക്കും, ഞാൻ ആലോചിച്ചിട്ട് ആൻസർ പറയും. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, പക്ഷെ കുറേ സമയം എടുക്കാതിരുന്നാൽ മതി. ഓക്കെ, ഹോളിവുഡ്, ബോളിവുഡ്, മോളിവുഡ്, ടോളിവുഡ്, ഏത് ചൂസ് ചെയ്യും? മോളിവുഡ്. ഓക്കെ, സെലിബ്രിറ്റി ക്രഷ്? സെലിബ്രിറ്റി ക്രഷ് ഓഫ് അത് കുറേ ഉണ്ട്. ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. പെട്ടെന്ന് പറയാൻ എനിക്കറിയില്ല കേട്ടോ ഇപ്പം ആരാന്ന്. എന്നുവെച്ചാൽ ഈ ഷോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഒന്ന് കട്ടി ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു ക്ലൂ ചോദിക്കാം. ലൈക്ക് നമുക്ക് ഒരു ഏജ് എത്തുമ്പോൾ നമുക്ക് ഇയാളെ എനിക്ക് കല്യാണം കഴിയും, ആ ഒരു നമുക്കൊരു പെൺകുട്ടികൾക്ക് അങ്ങനെ തോന്നുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു എനിക്ക് 3 or 4 years ഉള്ളപ്പോഴാണ് ടൈറ്റാനിക് സിനിമ ടി വിയിൽ വരുന്നത്. അപ്പം മുതൽ ഞാൻ ടൈറ്റാനിക്കിന്റെ ഫാനാണ്. ഞാൻ അന്ന് റോസായിട്ട് ജീവിക്കുന്ന കാലമാണ്. അപ്പോൾ റിലേറ്റീവ്സിനോടൊക്കെ പറയും ജാക്ക് ഇന്ന് വൈകിട്ട് വരും, ജാക്ക് വന്നപ്പോൾ ഞാൻ ചോറ് രസവും കൊടുത്തു. അപ്പോൾ അന്ന് ഡിക്കാപ്രിയോ ആയിരുന്നു. എനിക്ക് വേറൊരു ആക്ടറിനെ അറിയില്ല. അന്ന് ഇറ്റ് വാസ് മൈ ഫേവറേറ്റ് മൂവി. ഞാൻ അങ്ങനെ ജീവിച്ച് പോകുന്നൊരു ടൈമായിരുന്നു. പിന്നെ വളർന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നാൾ ഷാരൂഖ് ഖാൻ, കുറച്ച് നാൾ ആമിർ ഖാൻ. കാരണം അന്ന് ദുബായിലായിരുന്നപ്പോൾ എനിക്ക് കുറേ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ആണ് കൂടുതൽ. അപ്പോൾ അവർ പറയുന്ന മൂവീസ് ആയിരിക്കുമല്ലോ ഞാൻ കൂടുതലും കാണുന്നു. അന്ന് ഞാൻ ഭയങ്കര ഷാരൂഖ് ഖാൻ ഫാനായിരുന്നു. പിന്നെ കുറേ നാൾ ഋതിക് റോഷൻ ആയിരുന്നു. പിന്നെ കുറേ നാൾ വിജയ് ദേവർകൊണ്ടായിരുന്നു. ഇപ്പം മോർ ഓൺ യുനോ ഐ തിങ്ക് ഇപ്പം മോർ ഇറ്റ്സ് അബൌട്ട് ദ മൂവി ദാൻ അബൌട്ട് ദി ആക്ടർ. അപ്പോൾ അങ്ങനെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ ഉണ്ണിച്ചേട്ടനായിരുന്നു എനിക്ക്. എനിക്ക് തോന്നുന്നു ഒരു 12th ആദ്യമായിട്ട് കാണുന്ന ഒരു യങ്സ്റ്റർ സെലിബ്രിറ്റി വാസ് ഹിം. ഞാനന്ന് ഷേക്ക് ഹാൻഡ് ഒക്കെ പോയി കൊടുത്തു. അപ്പോൾ എനിക്കന്ന് ഭയങ്കര ഫാൻ മൊമെന്റ് ആയിരുന്നു എനിക്കത്. സോ ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. പക്ഷെ ഓരോ ടൈമിലും ദർ ഹാസ് ബീൻ സംബഡി. ഉണ്ണിച്ചേട്ടനാണല്ലോ ഒരു ജിമ്മൻ എന്ന് പറയുന്ന ഒരു ടേം തന്നെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മണിച്ചിത്രത്താഴില് ശോഭന ചേച്ചി അല്ലെങ്കിൽ പിന്നെ ആര്? നോബഡി. ഓക്കെ, ഐ ഡോണ്ട് തിങ്ക് സോ എനിബഡി. ഓക്കെ, ആൻഡ് കൂടെ ആക്ട് ചെയ്തതിൽ ഒരു പ്രണയമൊക്കെ തോന്നിയിട്ടുള്ള ഒരു കോ ആക്ടർ? അങ്ങനെ വന്നിട്ടില്ല. കാരണം ഒന്നാമത് നമ്മളൊരു സ്പോട്ടിലായിരിക്കുമല്ലോ. ഇപ്പം റൊമാൻസ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ഓൾറെഡി ദർ ഇസ് എ ലോട്ട് ഓഫ് എന്താ പറയുക പ്രഷർ.
അപ്പം അങ്ങനെ സെറ്റിൽ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ മമ്മയുടെ കൂടെ ആണല്ലോ പോകുന്നത്, അപ്പം അതിനുള്ള ഒരു സ്പേസും ഗ്യാപ്പൊക്കെ കിട്ടണ്ടേ. ഓക്കെ ഓക്കെ. ആൻഡ് ഇപ്പൊ ആസിഫിക്കയുടെ കൂടെയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര ഷൈ ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്തോ? ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ നിന്നൊക്കെ അങ്ങനെ ഓൾറെഡി ഞാൻ ഈ കാര്യത്തില് അല്ല, എനിക്ക് മനസ്സിലില്ലാന്നല്ല, പക്ഷെ ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് അത് വരുന്ന കാര്യം ഇറ്റ്സ് എ ലിറ്റിൽ ഡിഫിക്കൾട്ട് അല്ലേ. ഇപ്പൊ നമുക്ക് ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര നെർവസ് ആവും. അപ്പൊ ഇത് ഒന്ന് വേഗം എങ്ങനെയെങ്കിലും ടേക്ക് ഓക്കെ ആവണം, ഇത് ചെയ്ത് ശരിയാക്കണം എന്നുള്ള പ്രാർത്ഥനയിലാണ് എപ്പോഴും പോവാറ്. അപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയണ ആരെ വിളിക്കാം ലേഡി സൂപ്പർ സ്റ്റാർ മാനസയുടെ ഒരു അഭിപ്രായത്തിൽ? ഐ തിങ്ക് എന്താ ഈ ഭയങ്കര വെയിറ്റ് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കുറേ ആക്ടേഴ്സ് ഉണ്ടല്ലേ. ഇപ്പം നമുക്ക് മലയാളത്തിലായാലും ഇപ്പം നിമിഷ സജയൻ, ദർ ആർ സോ മെനി അതർ പീപ്പിൾ. അപ്പോൾ അങ്ങനെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊരു ബ്രാൻഡിങ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഫോർ സം പീപ്പിൾ ഇറ്റ്സ് അബൌട്ട് എന്താ പറയുക സോർട്ട് ഓഫ് ദ ഗ്ലാമർ ദാറ്റ് ദേ ഷോ. ഫോർ സം പീപ്പിൾ ഇറ്റ്സ് അബൌട്ട് അവരുടെ ഈ പറഞ്ഞ ഒരു ആക്ടിങ് സ്റ്റൈൽ. എനിക്ക് തോന്നുന്നു എല്ലാവരെയും വിളിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഗുഡ്. ആൻഡ് ഡേ ഔട്ടിംഗ് ഓർ നൈറ്റ് ഡ്രൈവ്, ഏതാ പ്രിഫർ ചെയ്യുക? നൈറ്റ് ഡ്രൈവ്. ഞാൻ ഒന്നാമത് നൈറ്റ് പേഴ്സൺ ആണ്. എനിക്കൊരു എൻറ്റയർ നൈറ്റ് എനിക്ക് ഇരിക്കാറുണ്ട് ഞാൻ മോസ്റ്റ്ലി. വേറെ ഇപ്പോൾ രാവിലെ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങുമ്പോൾ ഭയങ്കര ലേറ്റ് ആവും, ഓൾമോസ്റ്റ് ഡേ ആവും ഞാൻ ഉറങ്ങുമ്പോൾ. അപ്പം എനിക്ക് ആ നൈറ്റ് ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സൈലൻസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അടുത്ത ജന്മത്തിൽ ദൈവം ജനിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മൃഗമായിട്ട് ജനിക്കാൻ, അപ്പോൾ ഏതിനെ ചൂസ് ചെയ്യും? നമുക്ക് ചൂസ് ചെയ്യാൻ മാനസിക തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ ഏത് ചൂസ് ചെയ്യും? ഒരു മഞ്ഞക്കിളിയായിട്ട് പ്രത്യേകിച്ച് ഒരു പണിയില്ല, എവിടെയെങ്കിലും ഇരിക്കുക, കാഴ്ചകളൊക്കെ കാണുക, എന്തെങ്കിലും ചെറുതായിട്ട് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക. ഓക്കെ. ഈ ജന്മത്തിലും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട്. മഞ്ഞക്കിളി ആവണമെന്നില്ല. ഓക്കെ. ഇനി ഫാൻസിന്റെ കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? സിംഗിൾ. ഓക്കെ ഓക്കെ. സത്യമാണല്ലോ അല്ലേ, അമ്മ ഇരിക്കുന്നുണ്ടല്ലേ? ആവാതിരിക്കാം. ഓക്കെ. ഡ്രസ്സിങ്ങിൽ നാടൻ ഡ്രസ്സിംഗ് ആണോ അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സിംഗ് ആണോ പ്രിഫർ ചെയ്യുക? മെയിൻലി ഡിപ്പെൻസ് ഓൺ ദി ഒക്കേഷൻ. ഇപ്പോൾ ചുമ്മാ ഷോപ്പിങ്ങിന് പോകുമ്പോൾ സാരി എടുത്തു പോകുന്നു, പക്ഷെ എനിക്ക് സാരി ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്ത് ക്യാരി ചെയ്യുന്ന ഒരു ഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സാരിയാണ്. കാരണം എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ, എന്നിട്ട് എൻ്റെ സ്റ്റൈലിസ്റ്റൊക്കെ എപ്പോഴും പറയാറുണ്ട്, സാരി ഉടുത്തു എന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങ് ഇറങ്ങി പോയത്, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ അത് മാനേജ് ചെയ്യാനൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീരുന്നില്ലല്ലോ. നമ്മൾ പിന്നെ അതിനെ എങ്ങനെ ക്യാരി ചെയ്യുന്നു, അതിൻ്റെ ഇപ്പോൾ പല്ലു എങ്ങനെ വെക്കുന്നു, അതിൻ്റെ നെക്കൊക്കെ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ആണ് ഒരു സാരി ഒരു ഫംഗ്ഷന് കൊണ്ടുപോകുമ്പോൾ. എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഈ സാധനം ഞാൻ ഇപ്പോഴും I'm still picking up. ഹൈ മെയിൻ്റെനൻസ് ഉള്ള കറക്റ്റ് അതാണ്. ഓക്കെ ഓക്കെ. ആൻഡ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്ഥലം എബ്രോഡ്, ഇന്ത്യയിലല്ല എബ്രോഡുള്ള ഏതെങ്കിലും ഒരു ഡ്രീം പ്ലേസ് എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു സ്ഥലം? യൂറോപ്പ്. ഓക്കെ. It's always been Europe. ഓക്കെ. ലാസ്റ്റായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ. ഇപ്പോൾ ആക്ടിങ് ചെയ്യുന്നുണ്ട്, മോഡലിംഗ് ചെയ്യുന്നുണ്ട്, കുറേ ആഡൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണ് മാനസിക ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യുന്നത്? ആക്ടിങ്ങിലാണോ അല്ലെങ്കിൽ മോഡലിംഗിലേക്ക് വരുമ്പോഴാണോ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും? മോഡലിംഗ് ആണ് എനിക്ക് ഏറ്റവും പാടുള്ള കാര്യം. ബിക്കോസ് മോഡലിംഗിനെന്ന് പറയുമ്പോൾ നമ്മൾ കുറേ നേരം ഒരേ എക്സ്പ്രഷനിൽ അനങ്ങാണ്ട് നിൽക്കണം. എനിക്കാണെങ്കിൽ അനങ്ങാണ്ട് നിൽക്കുന്ന കാര്യം ഭയങ്കര ഡിഫിക്കൾട്ടാണ്. ഇറ്റ് ഈസ് സോ ഡിഫിക്കൾട്ട് ദാറ്റ് ഞാനൊരു ക്യൂവിൽ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തലകറക്കം വരും. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഞാൻ ഇങ്ങനെ അയ്യോ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഒന്നുമില്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ആടി ഇരിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഈ മോഡലിങ്ങിൻ്റെ ആ ഒരു റെസ്ട്രിക്ഷൻ എനിക്ക് ഭയങ്കര ഞാൻ നെർവസ് ആവും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേയൊക്കെ നിന്ന് കഴിയുമ്പോൾ എനിക്ക് മുഖമൊക്കെ വിറയ്ക്കുന്നവരൊക്കെ തോന്നും, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഇപ്പോൾ ആക്ടിങ് എന്ന് പറയുമ്പോൾ നമുക്കതിന് ആ റെസ്ട്രിക്ഷൻസ് ഭയങ്കര കുറവാണല്ലോ. യു കെൻ ജസ്റ്റ് ബി യുവർ സെൽഫ്. ഇപ്പോൾ അതിനിപ്പോൾ കുറച്ച് പല്ല് കൂടുതൽ കണ്ടാലൊന്നും സീനില്ലാത്തതുകൊണ്ട് ദാറ്റ്സ് മോർ കംഫർട്ടബിൾ. ഓക്കെ. റീസെൻ്റ് ആയിട്ട് ഒരു റാമ്പ് വാക്കിൽ നടന്നപ്പോഴത്തേക്കും വീഴായിരുന്നു. അപ്പോൾ പക്ഷെ മാനസ അത് ഭയങ്കര പോസിറ്റീവായിട്ട് മാനസ തന്നെ അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പോസിറ്റീവ് ആ ഒരു തോട്ട് എങ്ങനെയാണ് വരുന്നത്? ലൈക്ക് നമ്മൾ പെട്ടെന്ന് നമ്മൾ നെർവസ് ആവുമല്ലോ പെട്ടെന്ന് വീഴുമ്പോൾ, പക്ഷെ മനസ്സ പിന്നെ എഴുന്നേറ്റു, പിന്നെയും ഓക്കെ ആയിട്ട് ഭയങ്കര ഓക്കെ ആയിട്ട് നടക്കുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് അതെങ്ങനെ കിട്ടി? ഫസ്റ്റ് തിങ്, ഹീൽസ് ഇട്ട് വീഴുന്നത് എനിക്ക് ആദ്യമല്ല. ഞാൻ ഹീൽസ് ഇട്ട് വീണിട്ടുണ്ട്.
പക്ഷെ റാമ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഡിഫറെൻറ്റ് പ്ലേസ്. പക്ഷെ ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ വീഡിയോസ് കാണാറില്ലേ, ഭയങ്കര വലിയ മോഡൽസ് പോലും ചില സമയത്ത് വീഴാറുണ്ട്. പിന്നെ ഇപ്പോൾ ആ മൊമെന്റിൽ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല. എനിക്ക് നടക്കുമ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ബിക്കോസ് ദാറ്റ് സ്കേർട്ട് വാസ് റിയലി ബിഗ് ഫോർ മീ. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് വലിപ്പം ഉണ്ടായിരുന്നു ആ സ്കേർട്ടിന്. അപ്പം ഞാൻ നടക്കുമ്പോൾ തന്നെ ഇതെൻ്റെ ചെരുപ്പിൻ്റെ ഈ സൈഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അത്. പക്ഷെ ആദ്യം ഞാൻ നടന്നപ്പം ഞാൻ ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് മാനേജ് ചെയ്തു. പക്ഷെ തിരിച്ചു പോയിട്ട് വന്നപ്പോൾ ഞാൻ മറന്നുപോയി ഇതിൻ്റെ ഈ സ്കേർട്ടിൻ്റെ ആ ടെൻഷൻ ഞാനങ്ങ് മറന്നു. അപ്പോഴാണ് ഞാൻ ട്രിപ്പ് ചെയ്തത്. അപ്പോൾ എനിക്കറിയില്ല, ആ സമയത്ത് ഞാനൊന്നും ആലോചിച്ചില്ല. പിന്നെ പക്ഷെ കുറേ കമൻസ് കണ്ടതാണ് എനിക്ക് ശരി വന്നത്, എന്തോ ഇത് പ്ലാൻഡ് ഫോൾ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യാം, വൈ വുഡ് ഐ ഫോൾ ഓൺ എ റാമ്പ്. അതാണ്, മനസ്സൊട്ടും നെർവസ് ആയിട്ട് ഫീൽ ചെയ്തില്ല. കാണുന്നവർക്ക് ഭയങ്കര നോർമലായിട്ട്, പിന്നെ ആള് നോർമലായിട്ട് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും പ്ലാൻ ചെയ്ത് വന്ന് വീണത്. മനസ്സ് എങ്ങനെ മേക്കപ്പിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ, അല്ലെങ്കിൽ മേക്കപ്പ് ഇടാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണോ? മേക്കപ്പ് എനിക്കിഷ്ടമാണ്, പക്ഷെ മേക്കപ്പ് ഇട്ടു എന്ന് തോന്നുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ മേക്കപ്പ് ഓഫ് കോഴ്സ് നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ തരില്ല. നമ്മളിപ്പോൾ ചിലപ്പം ഉറങ്ങി എണീക്കുമ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഇന്ന് മുഖം എനിക്ക് അത്ര ചില ദിവസം നമുക്ക് ഭയങ്കര ഗ്ലോയിങ് സ്കിൻ ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും ഇന്ന് നന്നായിട്ടുണ്ട്. പക്ഷെ ചില ദിവസം അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പം ആ മേക്കപ്പ് ഒരു കോൺഫിഡൻസ് കുറച്ച് കൂട്ടുമെന്ന് ചോദിച്ചാൽ കൂട്ടും. പക്ഷെ അത്രയ്ക്ക് അങ്ങനെ ഒരു കമ്പൽഷൻ ഇല്ല. മേക്കപ്പ് ഇടാണ്ട് പോകാൻ പറ്റില്ല എന്നൊന്നുമില്ല. മേക്കപ്പ് ചെയ്യാനും ഇഷ്ടമാണ്. ഞാനും എൻ്റെ കസിനും ഒക്കെ നമ്മൾ വെക്കേഷൻ സമയത്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കപ്പ് ചെയ്യലും ഹെയർ കളർ ചെയ്യുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ ഹോബി. സോ ഇഷ്ടമാണ്. ഈ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് മേക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആക്ട് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ചെയ്യുക. പിന്നെ എൻ്റെ കസിൻ, എനിക്ക് സിബ്ലിങ്സ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കസിൻ ഈസ് ലൈക്ക് മൈ സിബ്ലിങ്, അതുപോലെ തന്നെയാണ് എനിക്ക്. അപ്പം അവളാണെങ്കിൽ ഇങ്ങനെ ചെറുതിലെ ലിപ്സ്റ്റിക് ഇങ്ങനെ ഇടും, ചെറുതിലെ ഇടയില്ല മൊത്തം ഇവിടെ മുഴുവൻ ഇങ്ങനെ ഇട്ട് നിൽക്കും, എന്നിട്ട് ലിഫ്റ്റിൽ ഇങ്ങനെ നിൽക്കുക. അവള് സീരിയസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. നമുക്കെല്ലാവർക്കും കണ്ടിട്ടാണെങ്കിൽ ഞാനും ഒന്ന് ചെറുതാണ്, പക്ഷെ നമ്മൾ എല്ലാവരും കണ്ടിട്ടാണെങ്കിൽ ഭയങ്കര ചിരി. അപ്പം നമ്മളിപ്പോഴും അവളെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. മറ്റേ ഏതോ ഒരു മൂവിയിൽ ബിന്ദു പണിക്കർ മാം ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടൊരു ക്യാരക്ടറില്ലേ, അതേപോലെ നീ അന്ന് ലിഫ്റ്റിൽ നിൽക്കാൻ എനിക്ക് ഓർമ്മ. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ എന്നിട്ട് നമ്മളിങ്ങനെ കളിയാക്കുള്ളൂ അതൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ചെറുതിലെ നമ്മൾ കളിക്കുന്ന ഗെയിംസ് ഒക്കെ അതാ, ഡ്രസ്സപ്പ് ഗെയിംസ് ഒക്കെയാണ് നമ്മൾ കളിക്കുന്നത്. ഇങ്ങനെ അന്ന് മറ്റേ ദുപ്പട്ടയൊക്കെ എടുത്ത് ഇങ്ങനെ സാരി ആക്കുക, അങ്ങനത്തെ ഒക്കെ. സോ മേക്കപ്പ് നമ്മൾ അന്നും ശ്രദ്ധിക്കാറുള്ളതാണ്, ഇപ്പോഴും അതിൽ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. സ്കിൻ കെയർ റൊട്ടീനൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരാളാണ് മനസ്സാ? ടോക്കിംഗ് ഓഫ് വിച്ച്, എനിക്ക് 12th ആയിരുന്ന സമയത്താണ് എനിക്ക് കുറച്ച് പിമ്പിൾസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഞാൻ തന്നെ ഗൂഗിൾ ചെയ്ത് ഒരു മരുന്ന് കണ്ടുപിടിച്ചു. ആ മരുന്ന് ഞാൻ എൻ്റെ മുഖക്കൊരു വേഗം പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഇട്ടു. അങ്ങനെ സ്കിന്ന് മുഴുവനും പൊള്ളി, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ. അപ്പം എനിക്ക് മനസ്സിലായി ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് എൻ്റെ സ്കിന്നിന് ഏറ്റവും നല്ലത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഞാൻ ബെയർലി 2 items യൂസ് ചെയ്യും. ഒന്നെങ്കിൽ ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ. അതിന് മുകളിലേക്ക് ഒന്നും യൂസ് ചെയ്യാതായപ്പം ഒരു സമാധാനം കിട്ടി മുഖത്തിന്. ഓക്കെ, പക്ഷേ യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ, നാച്ചുറൽ ബ്യൂട്ടി. ഓക്കെ, സോ ഇത്രയും നേരം നമ്മുടെ കൂടെ ഇത്ര ഫണ്ണി ആയിട്ട്, ഇത്ര ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നത് മനസ്സിക്ക് ഒത്തിരി താങ്ക് യു. താങ്ക് യു നയന, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഒരു നല്ല കോൺവെർസേഷൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മനസ്സ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. This show is presented by Luvi.